श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद। ओम अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानां एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां विषजे भवरोगिणां, निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ॐ श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि, विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमा कोमलः हस्ताब्ज संभावितललाटकं, हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम वेट्रिवेल मुरुगनुक्कु हरोहर। भूतनाद सदानंद सर्वभूतदयापर, रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्वामिये शरणमय्यप्पा। कोमलं कुजयन् वेणुं श्यामलोऽयं कुमारकः, वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायंकाले वनान्दे कुसुमितसमये, सैगदे चन्द्रिकायां त्रैलोक्याकर्षणाङ्गं, सुरवरगणिकामोहनापाङ्गमूर्तिं सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्या सहस्रैः। वन्देऽहं रासकेळीरतमतिसुभगं वश्य गोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसत्कुण्डलं मन्दहासस्यन्दार्द्रं, कौस्तुभश्रीपरिगतवनमालोरुहाराभिरामं, श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं काञ्चनच्छायचेलं, चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्तम्। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। श्रीकृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। सर्वत्र गोविंद नाम संकीर्तनं, गोविंद गोविंद। मोक्षाब्धिसारमय भागवदाख्य दद्नो, नारायणीय नवनीतमहो गृहीत्वा
മായാമയൗകപരിതപ്തജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തദൈകാദശീ നാമ വർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യതി അഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം, വിനായക ചതുർത്ഥി ആശംസകൾ എല്ലാവർക്കും. രാവിലത്തെ ക്ലാസ്സിൽ വരാത്തവരുണ്ടാവും, അവർക്കൊക്കെ പ്രത്യേകമായിട്ട് വിനായക ചതുർത്ഥി ആശംസകൾ. ഗണേശ ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നാരായണ നാരായണ. നമ്മുടെ നാരായണീയം ഇന്നേക്ക് 6-ാം ദിവസത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് ആദ്യത്തെ ഒരു ദശകം പൂർത്തിയാക്കി. 10 ശ്ലോകങ്ങളുള്ള ദശകം. ഇനി നമുക്ക് 2-ാം ദശകത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആ 1-ാം ദശകം നിങ്ങൾ മുമ്പ് പരിശീലിച്ചിട്ടുള്ളവർ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക. ഇപ്പോൾ ആദ്യമായിട്ട് നാരായണീയം ചൊല്ലാൻ പഠിക്കുന്നവർ അത് പല പ്രാവശ്യം ചൊല്ലി അത് എന്താ പറയുക, നല്ല ഒഴുക്കുള്ളതാക്കി മാറ്റുക, ഫ്ലുവൻ്റാക്കി മാറ്റുക. ആ അർത്ഥഭാവനയോടുകൂടി പദം എവിടെയൊക്കെ പിരിക്കണം, ഏതൊക്കെ രീതിയിലാണ് ഫ്രേസുകൾ ഉപയോഗിക്കേണ്ടത്. പദം പിരിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ആ ഫ്രേസ് കണക്ഷൻസ് കറക്റ്റ് ആകുമ്പോഴാണ് അർത്ഥം വേണ്ടതുപോലെ ധ്വനിക്കുക കേൾക്കുന്നവർക്കും. അപ്പോൾ ആ രീതിയിൽ ചൊല്ലി ശീലിക്കുക. അപ്പോൾ നമുക്ക് 2-ാം ദശകത്തിലേക്ക് പ്രവേശിക്കാം. 2-ാം ദശകത്തിലെ ശ്ലോകങ്ങൾ ഞാൻ ആദ്യം ഒന്ന് ചൊല്ലട്ടെ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. സൂര്യസ്പർദ്ധികിരീടമൂർധ്വതിലകപ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപകുണ്ടലയുഗം കണ്ഡോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം
വനമാല്യഹാരപടല ശ്രീവത്സതിപ്രം ഭജേ. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. തത്താദൃങ്മധുരാത്മകം തവ വപുഃ സംപ്രാപ്യ സമ്പന്മയീ സാ ദേവീ പരമോത്സുകാ ചിരതരം നാസ്തേ സ്വഭക്തേഷ്വപി. തേനാസ്യാപദ കഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോജ്ഞക പ്രേമസ്ഥൈര്യമയാത് അചാപലബലാത് ചാപല്യവാർത്തോദഭൂത്. ലക്ഷ്മീസ്താവകരാമണീയഗഹൃദൈവേയം പരേഷ്വസ്തിരേതി അസ്മിൻ അന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ. യേ ത്വദ്ധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷ്വേഷാ വസതി സ്ഥിരൈവ ദയിതപ്രസ്താവദത്താദരാ. ഏവം ഭൂതമനോജ്ഞതാനവസുധാനിഷ്യന്തസന്തോഹനം ത്വദ്രൂപം പരചിദ്രസായനമയം ഛേദോഹരം ശൃണ്വതാം. സദ്യഃ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദബാഷ്പവിസരൈഃ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗ സയോഗദ്വയാത് കർമ്മജ്ഞാനമയാത് ഭൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമ പ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദൂരേത്യഫലം യദൗപനിഷദജ്ഞാനോപലഭ്യം പുനഃ. തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വൽപ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിർയന്മലാ ബോധേ ഭക്തിപദേ തവാപ്യുചിതതാം ആയാന്തി കിം താവതാ. ക്ലിഷ്ട്വാ തർക്കപദേ പരം തവ വപുഃ ബ്രഹ്മാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വം മൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. ത്വൽഭക്തിസ്തു കദാരസാമൃതജരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീം അക്ലേശതസ്തന്വതി.
സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വരാ ത്വൽഭക്തിസ്തു കഥാരസാമൃതഝരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധപദവീമക്ലേശതസ്തന്വതി സദ്യസിദ്ധികരീ ജയത്യൈ വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രതാ ദ്രുതതരം വാതാലയാധീശ്വരാ വാതാലയാധീശ്വരാ. ശ്രീഹരയേ നമഃ. ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദശകം, ഒന്നാം ദശകം, ഒന്നാമത്തെ ശ്ലോകത്തിൽ ഈ ഗുരുവായൂരപ്പനായിരിക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മം തന്നെ എന്ന് ആരംഭിച്ച് ആ ഗുരുവായൂരപ്പനും ശ്രീകൃഷ്ണ അവതാരമൂർത്തിയും പരബ്രഹ്മവും അഭേദമായിട്ടുള്ള ആ ഒരു തത്വത്തെ ഉറപ്പിച്ചു തന്നു. അവസാനം ഈ ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ ഭഗവത് ശബ്ദത്തിന് മുഖ്യ ആശ്രയഭൂതനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഭാഗവത സിദ്ധാന്തത്തെ ഉറപ്പിച്ച് മേൽപ്പത്തൂർ 10 ശ്ലോകങ്ങളെ കൊണ്ട് സ്ഥാപിച്ചു. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീഹി അഖില വിദസി ന ക്വാപി തേ സംഗവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവൽ ശബ്ദമുഖ്യാശ്രയോസി. 6 ഗുണങ്ങൾ, അതാണ് ഭഗങ്ങൾ. അത് എടുത്തെടുത്തെടുത്ത് പറഞ്ഞു. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഈ 6 ഗുണങ്ങളാകുന്ന ഭഗങ്ങൾ അങ്ങയിൽ പരിപൂർണമായിരിക്കുന്നു. അങ്ങയേക്കാൾ കൂടുതലായിട്ട് ഈ ഭഗങ്ങളുള്ള ഒരാളും ഈ ലോകത്തിലില്ല. അങ്ങയുടെ എത്രയോ ദൂരെ നിൽക്കുന്നവരാണ് ബാക്കിയുള്ള ഭഗവാൻ എന്ന ശബ്ദം കൊണ്ട് പറയപ്പെടുന്നവരെല്ലാം. അങ്ങ് വരുന്നതോടുകൂടി സൂര്യൻ്റെ വരവിൽ നക്ഷത്രങ്ങൾ നിഷ്പ്രഭമാകുന്നത് പോലെ ബാക്കിയുള്ള വീര്യന്മാരായിരിക്കുന്നവരും ഐശ്വര്യമുള്ളവരും യശസ്വികളും ലക്ഷ്മീവാന്മാരും ഒക്കെ ആയിരിക്കുന്ന ആളുകളൊക്കെ തന്നെ അങ്ങയുടെ മുമ്പിൽ നിഷ്പ്രഭരായി പോകുന്നു. അങ്ങ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ എന്ന ശബ്ദത്തിന് പരിപൂർണമായിട്ട് അർഹതയുള്ള ആള്. ഭഗവൽ ശബ്ദ മുഖ്യാശ്രയോസി. ഭഗവാൻ എന്ന ശബ്ദത്തിന് അങ്ങ് തന്നെയാണ് മുഖ്യ ആശ്രയഭൂതൻ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഈ ശ്ലോകം അത് നിങ്ങൾ നല്ലോണം അതിൻ്റെ മനസ്സിരുത്തി അർത്ഥം ഭാവന ചെയ്ത് ഉറപ്പിക്കുക. ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ മുഴുവൻ മഹിമയും അതിൽ അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് 2ാമത്തെ ദശകത്തിലേക്ക് പ്രവേശിക്കാം. 2ാമത്തെ ദശകത്തിൽ ആദ്യത്തെ 2 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ കേശാദിപാദം വർണ്ണിച്ചു. നമുക്ക് ധ്യാനിക്കാനൊക്കെ അതിമധുരമായ രീതിയിൽ 2 ശ്ലോകങ്ങളെ കൊണ്ട് കേശാദിപാദം വർണ്ണിച്ചു. ഇനി ഈ 2 ശ്ലോകത്തിൻ്റെ വിസ്താരമാണ് 100ാം ദശകത്തിലെ 10 ശ്ലോകങ്ങൾ. ഇതിനെ ഒന്നുകൂടെ വലിച്ചു നീട്ടി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കുറേ കൂടി ഡീറ്റെയിൽസ് ഒക്കെ തന്നപ്പോൾ 100ാം ദശകമായി. അപ്പോൾ 100ാം ദശകത്തിൽ ഭഗവാനെ വർണ്ണിച്ചതിനെ ഇവിടെ സംഗ്രഹിച്ച് വർണ്ണിച്ചു 2ാം ദശകത്തിൽ. ചുരുക്കി പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ രൂപം. എന്നിട്ട് ആ രൂപം
സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും എത്ര ഹൃദ്യമായി മനസ്സിൽ ധ്യാനിക്കാൻ പറ്റുന്നു, എത്ര ആനന്ദത്തെ ഉളവാക്കുന്നു, എത്ര ആകർഷണീയമാണ് ആ രൂപം എന്ന് പറഞ്ഞ് സഗുണ സാകാര ഉപാസനയുടെ മഹിമയെ എടുത്ത് പറയണം. സഗുണ ഉപാസനയുടെ, സാകാര ഉപാസനയുടെ മഹിമയെ എടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആ സഗുണ ഭക്തിയെ, അത് നിർഗുണ ഭക്തിയിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും. അപ്പോൾ സഗുണ ഭക്തിയാണ് ഏത് സാധാരണക്കാർക്കും എളുപ്പത്തിൽ ആർജിക്കാൻ പറ്റിയത്. ആ സഗുണ ഭക്തിയിലൂടെ പിന്നീട് അവർക്ക് നിർഗുണ ഭക്തിയിലേക്ക് ഉയരാനും സാധിക്കും. അല്ലാതെ എന്താ പറയുക, ഇപ്പം തന്നെ ചെറിയ കുട്ടികൾക്ക് വലിയ ടാർഗറ്റുകൾ കൊടുത്താൽ അത് സാധിക്കാൻ പറ്റുമോ? ആൽഫബറ്റ്സ് പോലും അറിയാത്ത ആളുകൾക്ക് എന്താ പറയുക, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ളതായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറഞ്ഞാൽ സാധിക്കുമോ? ആൽഫബറ്റ്സേ പഠിച്ചിട്ടില്ല, LKG പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും പ്രാകൃതരായിട്ടുള്ള സാധാരണക്കാരായ ലൗകികരായിട്ടുള്ള ആളുകളെ പോലും നിർഗുണഭക്തി എന്ന ഉത്തുംഗ സൗധത്തിലേക്ക് എത്തിക്കുവാനുള്ളതായിട്ടുള്ള ഒരു പാലം അല്ലെങ്കിൽ ഒരു എസ്കലേറ്റർ, ഒരു ഏണി, അതാണ് സഗുണഭക്തി. ആ സഗുണഭക്തിയിലൂടെ നിർഗുണഭക്തിയിലേക്ക് എത്താം. അപ്പോൾ ആ സഗുണഭക്തിയിൽ വേണമെങ്കിൽ ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറയുന്ന പോലെ 9 പടികൾ: ശ്രവണം കീർത്തനം വിഷ്ണോഹോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. അങ്ങനെ ആ ആത്മനിവേദനം എന്നുള്ളതായിട്ടുള്ള അവസാനത്തെ പടിയിലെത്തിയാൽ ഭഗവാനും നമ്മൾ ഒന്നായിത്തീരും. അത് നിർഗുണ ഭക്തിയുടെ അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ ആദ്യത്തെ പടി അത് ശ്രവണമാണ്. അതിന് ഭഗവാന്റെ ശ്രവണ മനോഹരമായിരിക്കുന്ന, ശ്രുതി മനോഹരമായിരിക്കുന്ന കഥകളും ഭഗവാന്റെ രൂപവർണ്ണനയും ഒക്കെ വേണം. അതാണ് ഈ കൃഷ്ണാവതാരത്തിലൂടെ ഭഗവാൻ സാധിച്ചു തന്നിരിക്കുന്നത്. കുന്തി സ്തുതിയിലൊക്കെ കുന്തിദേവി അത് തന്നെയാണ് പറയണത്: ഭഗവാനെ, അങ്ങയുടെ അവതാരം എന്തിനു വേണ്ടിയിട്ടാണെന്ന് പലരും പലതും പറയുന്നുണ്ട്. ഓരോരുത്തർ പറയണു ദുഷ്ടനിഗ്രഹത്തിനാണ്, ഓരോരുത്തർ പറയണു ശിഷ്ടന്മാരെ അനുഗ്രഹിക്കാനാണ്, വേറെ ചിലർ പറഞ്ഞു ബ്രഹ്മാവ് പ്രാർത്ഥിച്ചിട്ടാണ്, വേറെ ചിലർ പറഞ്ഞു വസുദേവൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, വേറെ ചിലർ പറഞ്ഞു യശോദയുടെ പ്രാർത്ഥനയാണ്, നന്ദഗോപരുടെ പ്രാർത്ഥനയാണ്, ദേവകിയുടെ പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം എന്ന് പറഞ്ഞ് കുന്തിദേവി പറയുന്നുണ്ട്, അങ്ങയുടെ ഈ മനോഹരമായിട്ടുള്ള ഈ ലീലകളുണ്ടല്ലോ, ഈ ബാലകാല ലീലകളൊക്കെ, അത് എനിക്ക് ഓർക്കുമ്പോഴേ ഇപ്പോഴേ അതിശയമാകണു അല്ലേ. ഏത് ലീലയാണ് അത് വർണ്ണിച്ച് പറഞ്ഞത് ദേവി? കുന്തിദേവി പറഞ്ഞത്, അമ്മ ആ കടകോലുമെടുത്ത് ഉരലിൽ ബന്ധിച്ച് പേടിപ്പിച്ച് നിർത്തിയതായിട്ടുള്ള ഒരു രംഗമുണ്ടല്ലോ. ആ സമയത്ത് ലോകത്തെ മുഴുവൻ നിലയ്ക്ക് നിർത്തുന്ന ഏതൊരുവനെ ഭയപ്പെട്ടുകൊണ്ട് ലോകത്തിലുള്ള ദേവന്മാർ, ദിക്പാലകന്മാരൊക്കെ അവരുടെ പണിയെടുക്കുന്നുവോ, യമൻ പോലും ഓടി നടന്ന് അദ്ദേഹത്തിന്റെ പണിയെടുക്കണു. ആരെ ഭയന്ന് കാറ്റ് വീശുന്നു, ആരെ ഭയന്ന് സൂര്യൻ ഉദിക്കുന്നു, ആരെ ഭയന്ന് അഗ്നി ചൂടുള്ളതായിരിക്കുന്നു, ആരെ ഭയന്ന് ഇന്ദ്രൻ അങ്ങേരുടെ പണിയെടുക്കുന്നു, മഴ പെയ്യിക്കുന്നു. അങ്ങനെയുള്ള ആളുകളൊക്കെ ഭയപ്പെടുന്നതായിട്ടുള്ള ആ ജഗദീശ്വരൻ ഈ യശോദാമ്മയുടെ മുമ്പിൽ തലേ ദിവസം കണ്ണിലെഴുതിയതായിട്ടുള്ള മഷിയെല്ലാം കണ്ണിലും മുഖത്തൊക്കെ പരത്തി, കണ്ണുനീർ തുളുമ്പിക്കൊണ്ട്, ചുണ്ട് വിതുമ്പിക്കൊണ്ട്, മുഖമെല്ലാം തൊടുത്ത് ഭയപ്പെട്ടുകൊണ്ട്, ഭയം അഭിനയിച്ചുകൊണ്ട് നിന്ന ഒരു നിൽപ്പുണ്ടല്ലോ, 1.5 നിൽപ്പ്. ആ നിൽപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും വിസ്മയം തോന്നുന്നു എന്ന് കുന്തിദേവി അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതല്ലേ അങ്ങയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശ്യം? അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ കഥകളെ, മനോഹരങ്ങളായ കഥകളെ ശ്രവണം ചെയ്യുവാനും സ്മരണം ചെയ്യുവാനും കീർത്തിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ അങ്ങ് ഈ ലീലയെല്ലാം ചെയ്തത് എന്ന് കുന്തിദേവി ചോദിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇവിടുത്തെയൊക്കെ താല്പര്യം. അതുതന്നെയാണ് ഈ ദശകം 2 താല്പര്യം. കുന്തി സ്തുതിയുടെ ഒരു സാരമാണ് ഈ ദശകം 2, നാരായണീയത്തിലെ ദശകം 2 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മഹാഭാഗവതം ആരംഭിച്ചപ്പോൾ അത് ആരംഭിച്ചത് തന്നെ മഹാഭാഗവതം സാധാരണക്കാരെ അനുഗ്രഹിക്കാൻ വേണ്ടി വ്യാസൻ രചിച്ചതാണ്.
സ്ത്രീകളെയും ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ സംസ്കാരഹീനന്മാരുമായിരിക്കുന്ന ആളുകളെ, ഏറ്റവും പ്രാകൃതന്മാരായ ആളുകളെ പോലും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസൻ പുരാണങ്ങൾ രചിച്ചത്, ഇതിഹാസങ്ങൾ രചിച്ചത്. കാരണം അവർക്ക് വേദതത്വങ്ങളൊന്നും ഗ്രഹിക്കാൻ പ്രയാസമാണ്, അതിലൊന്നും ശ്രദ്ധയുണ്ടാവില്ല, അവരുടെ പ്രാരബ്ധം അതിനൊന്നും അനുവദിക്കില്ല. അപ്പോൾ പിന്നെ ഏറ്റവും സാധാരണക്കാർക്ക് ഭഗവാന്റെ കഥകളിലൂടെ ഭഗവത് തത്വത്തിലേക്ക് എത്തിച്ചേരാനായിക്കൊണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നാരദന്റെ നിർദ്ദേശപ്രകാരം വ്യാസൻ ശ്രീമദ് ഭാഗവതം രചിക്കുന്നത്. അപ്പോൾ ആ ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതിയാണ് കുന്തിസ്തുതി, രണ്ടാമത്തെ സ്തുതിയാണ് ഭീഷ്മസ്തുതി. ഈ രണ്ട് സ്തുതികളുടെയും താല്പര്യം ഭഗവാന്റെ സാകാര രൂപമാണ്, സഗുണ സാകാരമായിട്ടുള്ള രൂപത്തെയാണ് അവർ വർണ്ണിക്കുന്നത്, അതിനെയാണ് ധ്യാനിക്കുന്നത്, അതിനെയാണ് സ്തുതിക്കുന്നത്. അതാണ് ഭാഗവതത്തിന്റെ താല്പര്യം. അപ്പൊ ഭാഗവതത്തിന്റെ താല്പര്യം ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ തന്നെ രണ്ട് സ്തുതികളിലൂടെ വെളിവാക്കിക്കൊണ്ടാണ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ. ഭീഷ്മസ്തുതിയിലും എന്താണ്, ഭീഷ്മസ്തുതിയിലെ ഓരോ വരികളിലും അവസാനം എന്താ പറയണത്? ആ വിജയസഖാവിൽ എൻ്റെ മനസ്സുറയ്ക്കട്ടെ, വിജയസഖേ രതിർ മമാസ്തു, പാർത്ഥസാരഥിയിൽ എൻ്റെ മനസ്സുറയ്ക്കട്ടെ, പാർത്ഥസാരഥിയിൽ എൻ്റെ മനസ്സുറയ്ക്കട്ടെ എന്ന് പറഞ്ഞ ആ പാർത്ഥസാരഥി രൂപത്തെയാണ് എടുത്തെടുത്തെടുത്ത് പറഞ്ഞത്. ഓരോ വരിയും നിങ്ങൾ ഭീഷ്മസ്തുതി എടുത്ത് നോക്കിക്കോളൂ, ഓരോ വരിയിലും പാർത്ഥസാരഥിയെ സ്തുതിക്കുന്നതാ കാണുന്നത്. അപ്പോൾ ഭീഷ്മന് ഹൃദ്യമായി തോന്നിയത് പാർത്ഥസാരഥി, കുന്തിയമ്മയ്ക്ക് ഹൃദ്യമായി തോന്നിയത് ഭഗവാന്റെ ബാലലീലകൾ. താൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവിൽ നിന്ന് പഠിച്ചു ദേവി. പലരും പറഞ്ഞറിഞ്ഞു കൃഷ്ണൻ ബാല്യത്തിൽ എന്തൊക്കെ ലീലകളാ ചെയ്തത് എന്ന്. ആ ലീലകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ദേവി സ്തുതിച്ചത്. എനിക്ക് അങ്ങയുടെ സ്വരൂപം എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാനൊരു സ്ത്രീയാണ്, അജ്ഞയാണ് ഞാൻ, മായാ യവനിക ഛന്നനായിരിക്കുന്ന അങ്ങയുടെ സ്വരൂപം എന്താണെന്നൊന്നും എനിക്കറിയില്ല. കഥം പശ്യേമ ഹി സ്ത്രീയ കഥം പശ്യേമ, സ്ത്രീകളായ ഞങ്ങൾ എങ്ങനെ അറിയാനാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടാണ് എന്ത് പറഞ്ഞത്? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ, ഭഗവാന്റെ നാമങ്ങളൊക്കെ എങ്ങനെയുള്ള നാമങ്ങളാണ്? ഒക്കെ ഭഗവാന്റെ അവതാരവുമായിട്ട് ബന്ധപ്പെട്ടത്. എൻ്റെ സഹോദരനായ വസുദേവന്റെ പുത്രനായി അവതരിച്ച കൃഷ്ണൻ എന്ന പേരോടുകൂടി ലോകത്തെ മുഴുവൻ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ആ മൂർത്തിയെ, ദേവകീ നന്ദനായ ച, ദേവകിക്ക് ആനന്ദത്തെ കൊടുത്തതായിട്ടുള്ള ആ കൃഷ്ണനെ എനിക്കറിയുള്ളൂ, എനിക്ക് പരബ്രഹ്മ കൃഷ്ണനെയൊന്നും അറിയില്ല. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദഗോപകുമാരനായിട്ടുള്ള ഗോവിന്ദനായ കൃഷ്ണനെ മാത്രമേ എനിക്കറിയുള്ളൂ, അല്ലാതെ മറ്റേ കൃഷ്ണനെ, നാരായണനെ, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ളതായിട്ടുള്ള പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന കൃഷ്ണനെ, മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജം ഈശ്വരം കഥം പശ്യേമഹി സ്ത്രീയ, സ്ത്രീകളായ ഞങ്ങൾ എങ്ങനെ അങ്ങയെ ശരിക്കും അറിയും, അങ്ങയുടെ തത്വത്തിൽ അറിയാൻ കഴിയും എന്ന് ചോദിച്ച് സ്തുതിച്ചതെല്ലാം ഓർക്കുക. അപ്പോൾ അതിൻ്റെ സാരമാണെന്ത്? രണ്ടാം ദശകം. ഭാഗവതത്തിൻ്റെ താല്പര്യം സഗുണോപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം നിർമ്മിക്കപ്പെട്ടത്, അല്ലാതെ ബ്രഹ്മോപാസന നിർഗുണോപാസനയ്ക്ക് വേണ്ടിയിട്ടല്ല. സഗുണോപാസനയിലൂടെ നിർഗുണമായിട്ടുള്ള തലത്തിലേക്ക് ഭക്തന്മാരെ ഉയർത്തുന്നതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ അതിൻ്റെ ആ ഒരു ആശയം ഇവിടെ പ്രകടമാക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ. ഭക്തിയുടെ, സഗുണഭക്തിയുടെ മഹിമയാണ് ഇതിലെ പ്രധാന വിഷയം. ആ സഗുണഭക്തിയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപമാണ്. ആ രൂപത്തെ രണ്ട് ശ്ലോകം കൊണ്ട് വർണ്ണിക്കുകയാണ് ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾ. ഓം സൂര്യസ്പർദ്ദികിരീടം ഊർധ്വതിലകപ്രോദ്ഭാസി ഭാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപകുണ്ടലയുഗം കണ്ഡോജ്വലൽ കൗസ്തുഭം
ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതിപ്രം ഭജേ. സൂര്യസ്പർധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപകുണ്ടലയുഗം കണ്ഡോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതിപ്രം ഭജേ. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിലെ വിഷയം എന്താണ്? ത്വദ്രൂപം ഭജേ. ഭജേ എന്നാണ് ക്രിയ. അപ്പൊ കർത്താവ് അഹമാണ്. ഭജേ എന്ന് പറഞ്ഞാൽ അഹം ഭജേ എന്നാണ് അർത്ഥം. ഞാൻ ഭജിക്കുന്നു, ഞാൻ സേവിക്കുന്നു, ഞാൻ ധ്യാനിക്കുന്നു എന്നൊക്കെയാണ് ഭജേ എന്നുള്ളതിനർത്ഥം. എങ്ങനെ, എന്തിനെ ഭജിക്കുന്നു? ത്വദ്രൂപം ഭജേ, അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്നാണ്. അപ്പോൾ ത്വദ്രൂപം കീദൃശം, ഏത് പ്രകാരത്തിലുള്ളതാണ് ഭഗവാന്റെ രൂപം? അതിനാണ് ആ രൂപത്തിന് അനേക വിശേഷണങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷണങ്ങൾ? സൂര്യസ്പർധി കിരീടം, ഒന്ന് ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം, രണ്ട് കാരുണ്യാകുലനേത്രം, മൂന്ന് ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, നാല് ഗണ്ഡോദ്യന്മകരാപകുണ്ടലയുഗം, അഞ്ച് കണ്ഡോജ്വലൽ കൗസ്തുഭം, ആറ് വനമാല്യഹാരപടല ശ്രീവത്സതിപ്രം, ഏഴ്. ഇനി വേണമെങ്കിൽ എട്ടാക്കിയിട്ട് പറയാം. ഏത്? ആർദ്രഹസിതോല്ലാസം തനിയെയും സുനാസാപുടം തനിയെയുമായിട്ടും പറയാം, അതും ദോഷമില്ല. ആർദ്രഹസിതോല്ലാസം സുനാസാപുടം, അങ്ങനെ ആകുമ്പോൾ 8 വിശേഷണങ്ങളായി. 8 വിശേഷണങ്ങളോടുകൂടിയ ത്വദ്രൂപം അഹം ഭജേ, ഞാൻ ധ്യാനിക്കുന്നു, ഞാൻ ഭജിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ത്വദ്രൂപത്തിന്റെ വിശേഷണങ്ങൾ? ഓരോന്ന് എടുത്തു നോക്കാം. എന്തൊക്കെയാണ്? ഭഗവാനെ കേശാദിപാദമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതാണ് ആദ്യം ആരംഭിച്ചത്, കിരീടത്തിൽ നിന്നാണ്. അപ്പൊ കേശാദിപാദ വർണ്ണന തന്നെയാണ് ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട്. ഇനി കേശാദിപാദ വർണ്ണന ആ മറ്റെന്താ പറയുക, 100-ാം ദശകത്തില്, പ്രത്യക്ഷ ദശകം എന്ന് പറയുന്നിടത്ത് അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീകേളികാരം പീയൂഷാപ്ലാവിതോഹം തദനു തതുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമരസസുധാസ്വാദി രോമാഞ്ചിതാംഗൈ ആവീദം നാരദാദ്യൈ വിലസതുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച എന്ന് വേണുഗോപാല മൂർത്തിയെ പറഞ്ഞിട്ട് പിന്നെ ഭഗവാന്റെ അഗ്രത്തിൽ നിന്ന് തുടങ്ങുന്നു. നീലാപം കുഞ്ചിതാഗ്രം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുടിയിൽ നിന്ന് കേശാദിപാദം വർണ്ണന ആരംഭിക്കുന്നു. അപ്പൊ അവിടെ ഡീറ്റെയിൽഡ് വർണ്ണനയാണ്, ഇവിടെ ഷോർട്ട് വർണ്ണനയാണ്, ഹ്രസ്വമായിട്ട് ചുരുക്കി പറയുന്നതാണ്. അപ്പോൾ ആദ്യം കിരീടത്തെ പറഞ്ഞു. എങ്ങനെയുള്ള കിരീടം? സൂര്യസ്പർധി കിരീടം. ഭഗവാന്റെ രൂപം കിരീടത്തോടു കൂടിയ രൂപത്തെയാണ് ഞാൻ കാണുന്നത് ഗുരുവായൂരപ്പനെ, ഗുരുവായൂരമ്പലത്തില്. ആ കിരീടം, ഭഗവാന്റെ രൂപത്തിലുള്ള കിരീടം സൂര്യസ്പർധി. സൂര്യസ്പർധി, സൂര്യനോട് സ്പർദ്ധിക്കുന്നത്. സ്പർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മത്സരിക്കുക എന്നർത്ഥം. അപ്പൊ സൂര്യനോട് മത്സരിക്കുന്നതായിട്ടുള്ള തേജസ്സോട് കൂടിയതായിട്ടുള്ള വിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള, കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ടുള്ള ആ സ്വർണ്ണ കിരീടം ധരിച്ചിരിക്കുന്നു. അതിൽ അനേക രത്നങ്ങളുമൊക്കെ പ്രകാശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള രത്നമയവും സ്വർണമയവുമായിട്ടുള്ള കിരീടം സൂര്യനോട് മത്സരിക്കുന്നു. എന്നോളം വരുമോ നിന്റെ പ്രകാശം എന്ന് ചോദിക്കും പോലെ അല്ലെ, സൂര്യനോട് സ്പർദ്ധിക്കുന്നതായിട്ടുള്ള കിരീടം. അപ്പൊ സൂര്യൻ തോറ്റുമടങ്ങും ഭഗവാന്റെ കിരീടത്തിന്റെ പ്രകാശത്തിന്റെ മുമ്പില്. സൂര്യസ്പർധി കിരീടം വപുഹു. വപുസിന്റെ വിശേഷണമായിട്ട് കണക്ട് ചെയ്യണം ഓരോന്നും. ഭഗവാന്റെ ഈ വപുസ്
സൂര്യൻ തോറ്റുപോകുന്നതായിട്ടുള്ള പ്രകാശത്തോടു കൂടിയതായിട്ടുള്ള കിരീടത്തോടു കൂടിയതാണ് ഈ വപുസ്. ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം വപുഹു. ഭഗവാന്റെ വപുസ് നല്ലൊരു നെറ്റിത്തടത്തോടു കൂടിയതാണ്. ബാലാന്തരം എന്ന് പറഞ്ഞാൽ ബാലത്തിൻ്റെ അന്തരം, നെറ്റിയുടെ ഇടവേളകൾ, നെറ്റിയുടെ എന്താ പറയുക, വാള്, ചുമര് എന്നൊക്കെ പറയാം അല്ലേ. ആ നെറ്റിയുടെ ആ പലക പോലെയുള്ളതായിട്ടുള്ള ഭാഗം ബാലാന്തരം. അതിൽ പ്രോദ്ഭാസി പ്രകർഷേണ ഉദ്ഭാസി, നന്നായി ശോഭിക്കുന്നു. എന്ത്? ഊർധ്വതിലകം, ഭഗവാന്റെ ഗോപിക്കുറി, ഗോപി ചന്ദനം ഊർധ്വപുണ്ഡ്രമായി മുകളിലോട്ട് ഗോപിക്കുറിയായിട്ട് ഭഗവാൻ ധരിച്ചിരിക്കുന്നതാണ് ഊർധ്വതിലകം, മുകളിലേക്ക് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഊർധ്വമായിരിക്കുന്നത് ഊർധ്വതിലകം. മറ്റത് വിലങ്ങനെ ഉള്ളതല്ല, ഇവിടെ ഊർധ്വമായിട്ട് മുകളിലേക്കുള്ളതായിട്ടുള്ള തിലകവും അത് ഗോപിക്കുറിയാണ്. അപ്പോൾ ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം, നല്ല മനോഹരമായിട്ടുള്ള നെറ്റിത്തളത്തോട് കൂടിയതും. കാരുണ്യാകുല നേത്രം, കാരുണ്യം കൊണ്ട് ആകുലമായ നേത്രത്തോടു കൂടിയതാണ് അങ്ങയുടെ വപുസ് എന്ന് പറഞ്ഞാൽ തൻ്റെ മുമ്പിൽ വരുന്നതായിട്ടുള്ള ഭക്തവൃന്ദങ്ങളെ മുഴുവൻ കരുണാപൂർണമായിട്ടുള്ള നോട്ടം കൊണ്ട് നോക്കി അനുഗ്രഹിക്കുന്നു ആ നേത്രം. കാരുണ്യം കൊണ്ട് ആകുലം എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയോട് കൂടിയത്, അല്ലെങ്കിൽ ദയ കവിഞ്ഞ് ഒഴുകുന്നത് എന്നൊക്കെ അർത്ഥം. അപ്പൊ ദയ കവിഞ്ഞൊഴുകുന്ന കരുണാർദ്രമായ കണ്ണുകളോടുകൂടിയ ആ രൂപത്തെ ഞാൻ ഭജിക്കുന്നു. അപ്പൊ നമ്മുടെ നേരെ കരുണാർദ്രമായ കണ്ണുകളോടുകൂടിയതാണ്. കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം, അതങ്ങനെ തന്നെ എടുക്കാം. ആർദ്രഹസിത ഉല്ലാസം, ആർദ്രമായ ഹസിതം എന്ന് പറഞ്ഞാലോ മൃദുവായ സ്നേഹമയമായ ഹസിതം, മന്ദസ്മിതം. ആ മന്ദസ്മിതം, കുളിർമയുള്ള ആ പുഞ്ചിരി പ്രകാശം കൊണ്ട് ഉല്ലസിക്കുന്നത് നിലാവ് പോലെ പരിലസിക്കുന്നത്. ഭഗവാന്റെ മന്ദസ്മിതം ഒരു നിലാവിൻ്റെ കുളിർമ നൽകുന്നു നമ്മൾക്ക്. അങ്ങനെയുള്ളതായിട്ടുള്ള പുഞ്ചിരിയോടുകൂടിയ മുഖം. സുനാസാപുടം, നല്ല എടുത്തു നിൽക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള നാസാപുടം, മൂക്കിൻ്റെ തണ്ട് അല്ലെങ്കിൽ മൂക്കിൻ്റെ കുടം, മൂക്കിൻ്റെ ദ്വാരങ്ങളോട് കൂടിയതായിട്ടുള്ള ആ ചെമ്പകപ്പൂ പോലെയുള്ളതായിട്ടുള്ള അല്ലെ, നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ വണങ്ങുമ്പോൾ അതേപോലെ എന്താ പറയുക, വിരിഞ്ഞു വരുന്നതായിട്ടുള്ള ചെമ്പകപ്പൂവിനെ പോലെയുള്ളതായിട്ടുള്ള ആ മൂക്കോട് കൂടിയവനും. സുനാസാപുടം ഗണ്ഡോദ്യൻ മകരാപകുണ്ടലയുഗം, കുണ്ടലയുഗം അത് മകരാപകുണ്ടലയുഗം. മകരം എന്ന് പറഞ്ഞാൽ മകരമത്സ്യങ്ങൾ, ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ കുണ്ടലങ്ങൾ മകരാകൃതിയിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ മത്സ്യാകൃതിയിലുള്ളത്. സ്രാവ് മുതലായ മത്സ്യങ്ങൾക്കാണ് മകരമത്സ്യം എന്ന് പറയുക. ഇനി മുതലയ്ക്കും മകരം എന്ന് പറയും. അപ്പം എന്തായാലും ഒരു ജലജന്തു, അതാണ് മകരം. ഇവിടെ മത്സ്യാകൃതിയിലുള്ളതായിട്ടുള്ള കുണ്ടലം, ആ കുണ്ടലയുഗം, രണ്ട് കുണ്ടലങ്ങൾ. ഗണ്ഡോദ്യൻ എന്ന് പറഞ്ഞാൽ ഗണ്ഡങ്ങളിൽ ഉദ്യൻ. ഗണ്ഡം കവിൾത്തടമാണ്. കണ്ടം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ, കണ്ടവീക്കം എന്ന് പറയും, കവിള് വീങ്ങിയാൽ. അപ്പൊ ഗണ്ഡമാണത് ഒറിജിനല് സംസ്കൃതത്തില്. ആ ഗണ്ഡത്തിൽ ഉദ്യൻ എന്ന് പറഞ്ഞാലോ ഉദിക്കുന്നത്, പ്രകാശിക്കുന്നത്, പ്രതിഫലിക്കുന്നത് എന്നൊക്കെ അർത്ഥം. അപ്പൊ കാതിലുള്ളതായിട്ടുള്ള മകരകുണ്ടലങ്ങള് കണ്ണാടി പോലെയുള്ളതായിട്ടുള്ള അല്ലേ, ഭഗവാന്റെ പച്ച നിറമാണ്, മരതക വർണ്ണനാണ്. അപ്പൊ മരതക ശില പോലെയുള്ളതായിട്ടുള്ള ഭഗവാന്റെ കണ്ണാടി പോലെയുള്ള ആ കവിൾത്തടങ്ങളിൽ ആ സ്വർണ്ണവർണ്ണമുള്ള ആ രത്നങ്ങളൊക്കെ പതിച്ചതായിട്ടുള്ള കുണ്ടലങ്ങള് വെട്ടിത്തിളങ്ങുന്നു. അങ്ങനെ ഗണ്ഡോദ്യൻ മകരാപ കുണ്ടലയുഗം, മകരാകൃതിയിലുള്ള കുണ്ടലയുഗത്തോടു കൂടിയതും. കണ്ഡോജ്വലൽ കൗസ്തുഭം, കഴുത്തിൽ ഉജ്ജ്വലിക്കുന്ന പ്രകാശിക്കുന്ന കൗസ്തുഭം എന്ന ഭഗവാന് പ്രിയപ്പെട്ടതായിട്ടുള്ള പത്മരാഗരത്നം. ഭഗവാന്റെ കണ്ഠത്തിലെ കൗസ്തുഭം അത് പത്മരാഗം എന്ന റൂബി ആണ്, മാണിക്യം എന്നൊക്കെ പറയാം. ആ ചുവന്ന രത്നം കണ്ഠത്തിൽ ഉജ്ജ്വലിക്കുന്നു. അപ്പൊ നീല ശരീരത്തില് അല്ലെങ്കിൽ പച്ച ശരീരത്തില് കോൺട്രാസ്റ്റ് ആയിട്ട് ചുവന്ന രത്നം നന്നായി വെട്ടിത്തിളങ്ങുന്നു. കണ്ഠോജ്വലൽ കൗസ്തുഭം. പിന്നെ വനമാല്യ ഹാര പടല ശ്രീവത്സദീപ്രം. വനമാല്യം, ഹാരങ്ങളുടെ പടലം, അതുപോലെ ശ്രീവത്സം
ഇതുമൊക്കെ ദീപ്രം എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്നത്, ദീപിക്കുന്നത്, പ്രകാശിക്കുന്നതായിരിക്കുന്ന ത്വദ്രൂപം അഹം ഭജേ, ആ രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്നുള്ളൂ. ഇപ്പോൾ വനമാല്യ എന്ന് പറഞ്ഞാൽ വനമാല തന്നെയാണ്. വനമാല എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളതായിട്ടുള്ള പൂക്കളെ കൊണ്ട് കമ്പൈൻഡായിട്ട് നിർമ്മിച്ചത്. ഏതെങ്കിലും ഒരു പൂവ് കൊണ്ട് നിർമ്മിച്ചാൽ അതിനെ വനമാല എന്ന് പറയില്ല. പലതരത്തിലുള്ളതായിട്ടുള്ള പച്ചയും ചുവപ്പും വെള്ളയും മഞ്ഞയും ഒക്കെ കലർന്നതായിട്ടുള്ള പലതരം കാട്ടുപൂക്കളെ കൊണ്ട് പണിയുന്നത് വനമാല എന്ന് പറയും. എല്ലാ ഋതുക്കളിലും ലഭിക്കുന്ന പൂക്കളും തളിരുകളും ഇടകലർത്തി കടമ്പിൻ പൂവ്, കായാമ്പൂവൊക്കെ ഇടയിൽ കലർത്തിക്കൊണ്ട് ഉണ്ടാക്കുന്നതിനെയാണ് വളരെ മുട്ടുവരെ ഞാന്ന് കിടക്കുന്നതായിട്ടുള്ള ആ മാലയ്ക്ക് പേരാണ് വനമാല എന്ന് ഭഗവാന് പ്രിയപ്പെട്ടതായിട്ടുള്ള മാല. അങ്ങനെയുള്ള വനമാല എന്ന മാലയും അതോടൊപ്പം ഹാരപടലം എന്ന് പറഞ്ഞാലോ ഹാരങ്ങളുടെ നിര എന്നർത്ഥം. മുത്തുമാലകളുടെ, സ്വർണമാലകളുടെയൊക്കെ പടലം എന്ന് പറഞ്ഞാൽ നിരയാണ്. അല്ലേ, നമ്മൾ എന്താ പറയുക, വാഴക്കയുടെയൊക്കെ പടലം എന്ന് പറയും. പടലം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥമാണ്, നിര എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ഹാരപടലം, ഹാരങ്ങളുടെ പടലം, നിരനിരയായിട്ട് മാലകൾ ധരിച്ചിട്ടുണ്ട് മാറത്ത്. അതുപോലെ ശ്രീവത്സം എന്ന മറുക ഭഗവാന്റെ മാറത്ത് ശോഭിക്കുന്നു. ലക്ഷ്മി ദേവിക്ക് ഇരിക്കാനുള്ള സ്ഥാനമാണ് ഭഗവാന്റെ മാറത്തുള്ളതായിട്ടുള്ള ശ്രീവത്സം. അത് നമ്മുടെ ഭൃഗു മഹർഷിയുടെ പാദസ്പർശം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ ഭൃഗു മഹർഷിയുടെ അനുഗ്രഹമായി തൻ്റെ മാറത്ത് അടയാളമായി എന്നും ഭഗവാൻ കൊണ്ടു നടക്കുന്നു. ആ ഗുരുകാരുണ്യത്തെ ഓർത്തുകൊണ്ട്, മഹാത്മാക്കളുടെ മഹിമയെ പ്രകാശിപ്പിച്ചുകൊണ്ട്, എനിക്കിത്രയും പ്രിയപ്പെട്ടതാണ് മഹാത്മാക്കളുടെ പാദസ്പർശം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. നിങ്ങളും എന്നെ പോലെ ആവിൻ, ഗുരുക്കന്മാരെ മഹാത്മാക്കളെയൊക്കെ ബഹുമാനിക്കുന്നവരാവിൻ എന്ന് ലോകത്തോട് വിളിച്ചു പറയാണ് ഭഗവാൻ തൻ്റെ മാറത്ത് ശ്രീവത്സം ധരിച്ചുകൊണ്ട്. നിങ്ങൾ ഗുരുക്കന്മാരെ വന്ദിച്ചാൽ നിങ്ങളുടെ കൂടെ ലക്ഷ്മി ഉണ്ടാവും. ഇതും കൂടി അതിൻ്റെ ലക്ഷണം. മഹാത്മാക്കളെ, ഋഷിതുല്യന്മാരെ, ഗുരുക്കന്മാരെ ഈശ്വര തുല്യമായിട്ട് ബഹുമാനിക്കിൻ, അപ്പം നിങ്ങളുടെ കൂടെ ലക്ഷ്മി ഉണ്ടാവും. അതാണ് അവിടെ മാറത്ത് ഭൃഗുവിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലത്തെ മറുവായിട്ട് ശ്രീവത്സം എന്ന് കൊണ്ടു നടക്കുന്നു. ആ ശ്രീവത്സത്തിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു. അപ്പം നിങ്ങൾക്കും ലക്ഷ്മിയുടെ അനുഗ്രഹം വേണോ? ഗുരുത്വം സമ്പാദിക്കുവിൻ. അതാണ് അതിൻ്റെ സന്ദേശം. ഗുരുത്വം സമ്പാദിക്കുവിൻ, മഹാത്മാക്കളെ ബഹുമാനിക്കുവിൻ, എങ്കിൽ നിങ്ങൾക്കും ധാരാളം ലക്ഷ്മി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, വിജയം ഉണ്ടാവും, എല്ലാ നന്മകളും ഉണ്ടാവും. നിങ്ങൾക്ക് സന്താനലക്ഷ്മി ഉണ്ടാവും, ധനലക്ഷ്മി ഉണ്ടാവും, ധാന്യലക്ഷ്മി ഉണ്ടാവും, വീര്യലക്ഷ്മി, വിജയലക്ഷ്മി, എല്ലാ ലക്ഷ്മിയും വന്ന് നിറയും. അതിനെന്ത് വേണം? ഗുരുത്വം വേണം. ഗുരുത്വം ഇല്ലാത്തവരടുത്ത് ലക്ഷ്മി നിൽക്കില്ല, ഉറപ്പാണ്. അപ്പോൾ ശ്രീവത്സവം പ്രകാശിക്കുന്നതായിരിക്കുന്ന ത്വദ്രൂപം അഹം ഭജേ, അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു എന്ന്. അപ്പോൾ എവിടുന്ന് തൊട്ട് ഏതുവരെ പറഞ്ഞു? ഇപ്പോൾ കിരീടം മുതൽക്ക് ഏകദേശം 6 വരേക്ക്. ആ 6ലാണ് മാലകളൊക്കെ ഞാന്ന് കിടക്കുന്നത്. വനമാലയും മുത്തുമാലകളും ശ്രീവത്സവും ഒക്കെ ഉള്ളതായിട്ടുള്ള ഉപരിഭാഗം, അല്ലേ, ഭഗവാന്റെ വയറിന് മുകളിലുള്ളതായിട്ടുള്ള ഭാഗത്തെ, അല്ലേ, ഉത്തമാംഗം എന്ന് നമുക്ക് പറയാം, ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗത്തെ ആദ്യം വർണ്ണിച്ചു. ഇനി 2ാം പദ്യത്തിൽ അതിന് താഴെയുള്ള ഭാഗം, പാദം വരേക്കുള്ള ഭാഗത്തെ വർണ്ണിക്കുകയാണ്. അപ്പോൾ 1ാമത്തെ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലിയിട്ട് 2ാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. സൂര്യസ്പർധി കിരീടമൂർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം കാരുണ്യാകുലനേത്രമാർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാപകുണ്ടലയുഗം കണ്ഡോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതി പ്രംഭജേ. അപ്പോൾ അതിന് താഴെയുള്ള ഭാഗത്തെ വർണ്ണിക്കുന്നതാണ് അടുത്ത ശ്ലോകം. കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ്ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്ഥിച്ഛിദം.
കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീ അങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദ ശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതലസത് പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിദം. ഇവിടെയും കഴിഞ്ഞ ശ്ലോകത്തിൽ ഭജേ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ആലംബേ എന്നാണ് ക്രിയ. എന്താണ് ക്രിയ? ആലംബേ. ആലംബേ എന്ന് പറഞ്ഞാലോ അഹം ആലംബേ. അഹമാണ് ഇവിടുത്തെ കർത്താവ്. ആലംബേ എന്ന് പറയുമ്പോൾ ഉത്തമ പുരുഷൻ ആണ് കർത്താവ് എന്ന് വ്യക്തം. അപ്പൊ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ്. ആലംബേ എന്നുള്ളത് ശരണം പ്രാപിക്കുന്നു, ആലംബനമാക്കുന്നു. എൻ്റെ ധ്യാനത്തിന് ഞാൻ ആലംബനമാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ മനസ്സിന് ചേർന്നിരിക്കാൻ ഒരാലംബനമാക്കുന്നു ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആശ്രയിക്കുന്നു. എനിക്ക് ആലംബനം വേണം. ആലംബനമില്ലാതെ എനിക്ക് ധ്യാനിക്കാനാവില്ല. അല്ലേ? നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവം എന്താണ്? മനസ്സ് തിരയുക എന്തെങ്കിലും രൂപം, എന്തെങ്കിലും ഗുണം, എന്തെങ്കിലും വിശേഷണങ്ങൾ, എന്തെങ്കിലും നാമങ്ങൾ, എന്തെങ്കിലും ക്രിയകൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ മനസ്സിന് കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിന് ആലംബിക്കാൻ പറ്റുള്ളൂ, ആശ്രയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മനസ്സ് അന്തം വിട്ട് നിൽക്കും. എന്തിനെയപ്പോ ഞാൻ പിടിക്കേണ്ടത് എന്ന് നോക്കി നിൽക്കും. ഇപ്പൊ മനസ്സിന് ചിന്തിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ചില സവിശേഷതകൾ വേണം. അല്ലാതെ രൂപമില്ലാത്ത, അറിവില്ലാത്തൊരു വസ്തുവിനെ കുറിച്ച് മനസ്സിന് ആശ്രയിക്കാനാവില്ല. ഉദാഹരണത്തിന് ഞാനൊരു പദം നിങ്ങളോട് പറയാം. നിങ്ങളൊന്ന് മനസ്സിൽ അതിനെ ഒന്ന് ധ്യാനിച്ചൊന്ന് പിടിക്കുന്നു നോക്കട്ടെ. മ്ലാംബ്ലി. പിടിച്ചോളൂ. സ്വാമിക്ക് എന്താ കുഴപ്പം വല്ലതുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. നിങ്ങൾ പിടിക്കുന്ന മനസ്സുകൊണ്ട് പിടിക്കും. ഉംബ്ലാംബ്ലി. എന്താ പിടികിട്ടിയോ? ധ്യാനിക്കാൻ പറ്റുണ്ടോ? എന്താ അതിൻ്റെ രൂപം പറയൂ സ്വാമി, ഏതുപോലെ ഇരിക്കുന്നു പറയൂ, എന്തെങ്കിലും ഒരു ഗുണം പറയൂ, ഒരു ക്ലൂ തരൂ. അല്ലേ? ഉടനെ നിങ്ങൾക്ക് പലതും വേണം, ക്ലൂ വേണം. ലൗകികമായി നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വസ്തുവുമായിട്ട് താരതമ്യം ചെയ്ത് പറയുമ്പോഴേ നിങ്ങൾക്ക് എന്താണ് ഈ സാധനം എന്ന് കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുമോ? അപ്പൊ ഈശ്വരനെ വെറുതെ നിർഗുണൻ, നിരാകാരൻ, ആ നിരി 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 എന്ന് പറഞ്ഞിട്ട് കുറെ ലളിതാ സഹസ്രനാമത്തിലൊക്കെ കുറെ നാമങ്ങൾ നമ്മൾ ചൊല്ലുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ ഉണ്ട് നിർ 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 എന്ന് ആരംഭിക്കുന്നത്. അതൊക്കെ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഈശ്വരനെ കൺസീവ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ എന്ന് ചിന്തിക്കുക. അതാണ് മറ്റു മതസ്ഥരുടെ പരിമിതിയും. അവസാനം അവരൊക്കെ വന്നു ചേരുന്നത് ഇവിടെ തന്നെയാണ്. അവർക്കിപ്പോൾ ആലംബനമില്ലാതെ ധ്യാനിക്കാൻ പറ്റാറില്ല. അവരും പല ആലംബനങ്ങളെയും ആശ്രയിക്കുന്നുണ്ട്. അവരെന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ വിഗ്രഹാരാധകരാണ്, നിങ്ങൾ മൂർത്തി ആരാധകരാണ്, ഞങ്ങളതല്ല, ഞങ്ങൾ സ്പെഷ്യലാണ്, ഞങ്ങൾ നിങ്ങളെക്കാളൊക്കെ എത്രയോ മുകളിലാണ് എന്ന് പറയാം. ചില ആൾക്കാർ നമ്മുടെ ക്ലാസ്സിൽ വരുന്നവർക്ക് സംഭവം എന്താണെന്ന് അറിയാം. അതുകൊണ്ട് അവർ അതിനെ ധ്യാനിച്ച് പിടിച്ചു. നമ്മുടെ സ്ഥിരം ക്ലാസ്സിൽ വരുന്ന അമ്മമാർക്കറിയാം ഞാൻ ഈ പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഇംബ്ലാംബ്ലി എന്ന് ധ്യാനിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഒരു രൂപം ഒന്ന് പിടികിട്ടുന്നില്ല. അല്ലേ? അപ്പോൾ ചില നാട്ടിൻപുറത്ത് നമ്മുടെ വാഴയുടെ കൊലയുടെ അറ്റത്തുണ്ടാവുന്ന മാണി പൂവ് എന്നൊക്കെ പറയില്ലേ, ആ വാഴക്കൊലയുടെ അറ്റത്തുണ്ടാവുന്ന പൂവ്, നമ്മൾ തേൻ കുടിക്കുന്ന പൂവ്, ആ കൊടപ്പൻ എന്ന് പറയുന്ന പൂവിൻ്റെ പേരാണ് ഇംബ്ലാംബ്ലി എന്ന്. അതൊരു നാട്ടിൻപുറ പ്രയോഗമാണത്. പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ, വള്ളുവനാടിൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെ, പട്ടാമ്പി മുതലായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ
പ്രയോഗിക്കുന്ന ചില പദമാണ്. പണ്ട്, ഇപ്പോൾ അതൊന്നും ഇല്ലാതുകൊണ്ട്. പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള അതൊക്കെ. ഉംബ്ലാംബ്ലി എന്ന് പറഞ്ഞാൽ വാഴയുടെ കൊടപ്പൻ. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു അമ്മ, സുലോചന നാരായണൻകുട്ടി. നമ്മുടെ സ്റ്റുഡൻ്റാണ്, റെഗുലർ സ്റ്റുഡൻ്റാണ്, അവർക്കറിയാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായോ? ധ്യാനിക്കാൻ പറ്റിയോ? രൂപം കിട്ടിയോ? അല്ലേ? വാഴയുടെ പൂവ് എല്ലാവരുടെ ഉള്ളിലും തെളിഞ്ഞു വരുന്നു. അപ്പോൾ രൂപം വേണം നമുക്ക് മനസ്സിന് കൺസീവ് ചെയ്യണമെങ്കിൽ, ആലംബനം വേണമെങ്കിൽ. അപ്പോൾ സഗുണ ആരാധന, സഗുണോപാസന എന്ന് പറഞ്ഞാൽ അത് അത്ര നിന്ദ്യമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള ഒരു പരിപാടിയൊന്നും അല്ല. സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും, അതിന് യോഗ്യരായിട്ടുള്ള തപസ്സികൾക്ക് പോലും നിർഗുണോപാസന വളരെ കഷ്ടമായിരിക്കെ സാധാരണക്കാർക്ക് നിർഗുണോപാസന പ്രയാസം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് രൂപം കൽപ്പിച്ച് നമ്മളൊക്കെ ആരാധിക്കുന്നു. അത് നമ്മുടെ വിവേകമാണ്, നമ്മുടെ സ്മാർട്ട്നെസ് ആണ് എന്ന് നമ്മൾ അഭിമാനിക്കണം. വി ആർ സ്മാർട്ടർ ദാൻ ദ അതർ റിലീജിയൻസ്, ദോസ് ഹു ആർ എന്താ പറയുക, ആൻറ്റി ഐഡൽ വർഷിപ്പേഴ്സ്. ഐഡൽ വർഷിപ്പിങ്ങിനെ വിരോധിക്കുന്ന, നിന്ദിക്കുന്ന ആ ഈശ്വര വിശ്വാസികളെക്കാൾ നമ്മൾ സ്മാർട്ടാണ്. നമ്മുടെ പൂർവികർ, മഹാത്മാക്കൾ നല്ല സ്മാർട്ടാണ്. അവർ നല്ലോണം ചിന്തിച്ചിട്ടാണ് ഈ വിദ്യ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. മനസ്സിലാക്കുക. വി ആർ ഇന്റലിജന്റ് ദാൻ അതേഴ്സ്, വി ആർ സ്മാർട്ടർ ദാൻ അതേഴ്സ്. അതിന് നമുക്ക് ഒരു തരത്തിലും അപകർഷതാബോധം വേണ്ട. ഒരു തരത്തിലും നമ്മൾ ചെറുതാവുന്നില്ല, നിന്ദ്യരാവുന്നില്ല. നല്ല അഭിമാനത്തോടുകൂടി പറയും, നിങ്ങളെക്കാൾ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ കുരിശിനെയും, അല്ലെങ്കിൽ കാബയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ശിലയുണ്ട്. കാബ എന്ന് പറയുന്ന മക്കയിലെ ഹജ്ജിന് പോകുന്നില്ലേ? ആ ഹജ്ജിന് പോകുന്ന അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ആ കുടീരത്തിൻ്റെ ഉള്ളിൽ ഒരു ശിലയുണ്ട്, വലിയ ശില. അതൊരു ശിവലിംഗ ആകൃതിയാണ്. ഈ പോകുന്ന ആളുകളൊക്കെ അതിനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും അവിടെ വികാര പ്രകടനങ്ങളൊക്കെ ചെയ്യും. കാണണം നിങ്ങൾ. കാരണം ഇന്ന് വരെ ഈശ്വരനെ ഒരു രൂപം കൽപ്പിക്കാതിരുന്നതായിട്ടുള്ള ആളുകൾക്ക് ആ രൂപം കിട്ടുമ്പോൾ കാണിക്കുന്നതായിട്ടുള്ള അവരുടേതായിട്ടുള്ള വികാര പ്രകടനങ്ങൾ നിങ്ങൾ അവിടെ കാണാം. ഇതൊക്കെ ഞാൻ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ആ കാബയിലുള്ള അകത്തുള്ളതായിട്ടുള്ള വലിയ ആ ശിലയെ, ശിവലിംഗം പോലെയുള്ള ആ ശിലയെ ചെന്ന് ആലിംഗനം ചെയ്യുന്ന, ഉമ്മ വയ്ക്കുന്ന, അതിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന, ഇതേ വിഗ്രഹാരാധനയെ എതിർക്കുന്ന കൂട്ടർ അവിടെ കിടന്ന് വിഗ്രഹാരാധന ചെയ്യുന്നത് കാണാം. അവരുടെ ഒരു ഔട്ട്ബേഴ്സ്റ്റാണത്. അവരുടെ ഔട്ട്ബേഴ്സ്റ്റ് അവിടെ കാണാം നിങ്ങൾക്ക്. അവരുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ഈശ്വരൻ എന്തെന്ന് അറിയാതിരുന്ന, ഈശ്വരനൊരു രൂപം കൊടുക്കാതിരുന്ന, ഈശ്വരനെ സങ്കല്പിക്കാൻ കഴിയാതിരുന്ന അവർക്ക് ഈശ്വരനൊരു സമൂർത്തമായിട്ടൊരു രൂപം കിട്ടുമ്പോൾ അവർ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. വേറൊരു കൂട്ടർ കുരിശിലൂടെ കാണുന്നു. ഇപ്പൊ കുരിശ് മാത്രമല്ല, ഇപ്പൊ എല്ലാ പള്ളികളിലും എത്രയാണ് വിഗ്രഹങ്ങൾ അവർ പ്രതിഷ്ഠിക്കുന്നത്. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും ജോർജിൻ്റെയും എന്ന് പറഞ്ഞ പോലെ എന്തെല്ലാം രൂപങ്ങളാണ് ഇപ്പോൾ ഓരോ പള്ളികളിലും പ്രതിഷ്ഠിച്ചിരിക്കണമെന്ന് പോയി നോക്കൂ. കാരണം ശൂന്യതയെ കൺസീവ് ചെയ്യാൻ പറ്റില്ല മൈൻഡിന്. വിഗ്രഹങ്ങളില്ലാതെ മനസ്സിനെ ആരാധിക്കാനാവില്ല. ചിന്തിക്കുക, നല്ലോണം ഉറപ്പിച്ച് ചിന്തിക്കുക. നമ്മൾ വേവേർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമുക്ക് അപകർഷത ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മുടെ മുത്തശ്ശന്മാർ, നമ്മുടെ പൂർവികർ, ഋഷീശ്വരന്മാർ, വ്യാസാദികൾ, നാരദാദികൾ അതിസ്മാർട്ടാണ്, വളരെ ബുദ്ധിമാന്മാരാണ്. അവർ നമുക്ക് ആലംബനത്തിനായി കൊണ്ട് തന്നിരിക്കണു. പിടിച്ചോളൂ സുന്ദരങ്ങളായ മൂർത്തികൾ. ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്നതായിട്ടുള്ള ഇഷ്ടം പോലെയുള്ള മൂർത്തികളെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് നമുക്ക് സമൃദ്ധമായി സൂപ്പർ മാർക്കറ്റിൽ തന്നിരിക്കുകയാണ് നമുക്ക് ഭഗവാന്റെ രൂപങ്ങൾ. ഇത്ര സ്മാർട്ടാണ് നമ്മുടെ പൂർവികർ. കാരണം നമ്മുടെ മനസ്സിന് ആലംബനമില്ലാതെ, രൂപമില്ലാതെ, ഗുണമില്ലാതെ, ക്രിയയില്ലാതെ, വിശേഷണങ്ങളില്ലാതെ നമ്മുടെ മനസ്സിന് കൺസീവ് ചെയ്യാൻ പറ്റില്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ എന്ന ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞവർ തന്നെയാണ് നമ്മുടെ പൂർവികര്.
നിങ്ങൾക്ക് ബ്രഹ്മത്തെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പറഞ്ഞു തീർക്കാനോ ചിന്തിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് കാരുണ്യം കാണിച്ച് നമ്മളോട് നമ്മുടെ പൂർവീകരായ ഋഷീശ്വരന്മാർ കാരുണ്യം കാണിച്ച് നമുക്ക് എളുപ്പ വഴിയിട്ട് തന്നിരിക്കുകയാണ്. ആ നിർഗുണ നിരാകാരമായ ഈശ്വരനെ അറിയുവാനായിക്കൊണ്ട് നമുക്ക് കോണിപ്പടി താഴേക്ക് ഇട്ടു തന്നിരിക്കുകയാണ്. കയറിക്കോളൂ, ഈ സംസാര സാഗരത്തിൽ നിന്ന് നിങ്ങൾക്ക് കയറാനുള്ളതായിട്ടുള്ള സ്റ്റെപ്സാണ് ഈ സഗുണാരാധന എന്ന് പറഞ്ഞ് താഴേക്ക് ഇട്ട് തന്നിരിക്കുക. അതാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ മൂർത്തി ആരാധനകളെല്ലാം. അപ്പോൾ ആലംബേ ആലംബേ അഹം ആലംബേ, ഞാൻ ആലംബിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ശരണം പ്രാപിക്കുന്നു, എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു, എൻ്റെ മനസ്സിനെ ഞാൻ അതിനോട് ചേർത്ത് വയ്ക്കുന്നു എന്നൊക്കെ അർത്ഥം. എൻ്റെ മനസ്സിന് എവിടെയെങ്കിലും ചാരി നിൽക്കണം, മനസ്സിന് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിനെ ഭഗവാന്റെ മൂർത്തിയിലേക്ക് ചാരി വെച്ചിരിക്കുന്നു. അഹം ആലംബേ. എന്തിനെ? മൂർത്തിം തവ മൂർത്തിം, മൂർത്തിം തവ ആർത്തിച്ചിതം എന്ന് പറഞ്ഞു അവസാന വരിയിൽ. അപ്പൊ തവ മൂർത്തിം ആലംബേ, അങ്ങയുടെ മൂർത്തിയെ ഞാൻ ആലംബിക്കുന്നു. മൂർത്തി എന്ന് പറഞ്ഞാൽ മൂർത്തമായത് മൂർത്തി. മൂർത്തം എന്നാൽ രൂപം പ്രാപിച്ചത്, കോൺക്രീറ്റ് ആയത്, സ്ഥൂലമായത്, ഒരു പ്രത്യേകമായ വ്യക്തമായ ഡയമെൻഷൻസോടും വിശേഷണങ്ങളോടും അവയവങ്ങളോടും കൂടിയത് മൂർത്തം. അപ്പൊ അങ്ങയുടെ മൂർത്തിയെ അഹം ആലംബേ, തവ മൂർത്തിം അഹം ആലംബേ. ആ മൂർത്തി എങ്ങനെയുള്ളതാണ്? ആർത്തിച്ചിതം. ആ മൂർത്തിയെ ആലംബിച്ചാലോ അത് ആർത്തിച്ചിതം. ആർത്തിച്ചിതം എന്ന് പറഞ്ഞാൽ എല്ലാ ആർത്തികളെയും ഛേദിക്കാൻ ശക്തിയുള്ളത്, എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നത്, ഉന്മൂലനം ചെയ്യുന്നത്. ആ മൂർത്തി അതെങ്ങനെയുള്ളത് എന്ന് വിശേഷിപ്പിച്ചതാണ് മുൻവരികൾ. അപ്പോൾ ആ മൂർത്തിയുടെ വിശേഷണങ്ങളൊക്കെ സ്ത്രീലിംഗത്തിൽ. കാരണം മറ്റിടത്ത് വബുഹു എന്ന് പറഞ്ഞപ്പോൾ വബുസ് നപുംസകലിംഗമാണ്. വബുസ് എന്ന പ്രയോഗം നപുംസകമായതുകൊണ്ട് അതിന്റെ വിശേഷണങ്ങളൊക്കെ നപുംസകത്തിൽ പ്രയോഗിച്ചു. സൂര്യസ്പർദ്ധി കിരീടം, ഊർധ്വതിലക പ്രോദ്ഭാസി ബാലാന്തരം, കാരുണ്യാകുല നേത്രമാർദ്രഹസിതോല്ലാസം, സുനാസാപുടം, അതൊക്കെ നപുംസക പ്രയോഗങ്ങളാണ്. എന്താ കാരണം? വബുഹു ത്വദ്രൂപം അല്ല രൂപം. രൂപം എന്നുള്ളതും നപുംസക ശബ്ദമാണ്. രൂപം, രൂപേ, രൂപാണി എന്നാണ് അതിന്റെ രൂപം. അപ്പൊ ഇവിടെ മൂർത്തി എന്നത് സ്ത്രീലിംഗ ശബ്ദമാണ്. മൂർത്തിഹി, മൂർത്തി, മൂർത്തയഹ എന്ന രൂപം. അപ്പൊ മൂർത്തി സ്ത്രീലിംഗമായതുകൊണ്ട് മറ്റുള്ള വിശേഷണങ്ങളും സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചു. എന്തൊക്കെയാണ്? കേയൂരാംഗത ഗംഗണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേറുഹാം. നമ്മേ ഒറ്റ ശ്വാസത്തിൽ ചൊല്ലേണ്ട പദമാണത്. ഈ രണ്ട് വരിയും ശാർദൂല വിക്രീഡിതം വൃത്തം, രണ്ട് വരി ഫുള്ളായിട്ട് ഒന്നിച്ചൊറ്റ പ്രയോഗമാണ്, ഒറ്റ പദമാണത്. എന്തൊക്കെയാണ്? കേയൂരാംഗത ഗംഗണോത്തമ മഹാരത്നാങ്കുലീയങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാ ശങ്കാരി പങ്കേരുഹാം. ഒറ്റ നാമേ ആയിട്ടുള്ളൂ, ഒറ്റ വിശേഷണേ ആയിട്ടുള്ളൂ കേട്ടോ. ഇതെവിടെയും പിരിക്കാൻ പറ്റാത്ത പദങ്ങളാണ്, കോമ്പൗണ്ട് വേർഡാണ്. രണ്ട് വരിയിൽ ചേർത്ത് വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിശേഷണം കാഞ്ചിത എന്ന് പറഞ്ഞു. കാഞ്ചിത എന്നുള്ളത് ഏതോ ഒരു എന്നർത്ഥത്തിലാണ്. അനിർവചനീയമായിരിക്കുന്ന ഒരു മൂർത്തിയെ എന്ന് പറയാൻ കാഞ്ചിത് എന്നൊരു പ്രയോഗം. കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത്പീതാംബരാലംബിനീം. കാഞ്ചന കാഞ്ചിലാഞ്ചിത ലസത്പീതാംബരാലംബിനീം രണ്ടാമത്തെ വിശേഷണം. അത് കഴിഞ്ഞ് വിമലാംബുജദ്യുതിപദാം മൂന്നാമത്തെ വിശേഷണം. ആർത്തിച്ചിതം നാലാമത്തത്. മൂർത്തിം എന്നത് വിശേഷ്യം. മൂർത്തി എന്നത് വിശേഷ്യവും മറ്റതൊക്കെ വിശേഷണങ്ങളും. നാല് വിശേഷണങ്ങൾ പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ആ വിശേഷണങ്ങളെന്ന് ഒന്ന് തൊട്ട് നോക്കാം നമുക്ക്. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേറുഹാം. എന്താ ഇപ്പൊ പറഞ്ഞത്? ഭഗവാന്റെ
4 കൈകളെ ഒന്നിച്ച് പറഞ്ഞതാണിത്. അപ്പം 4 കൈകളെ പറഞ്ഞപ്പോൾ അതിലുള്ള ആഭരണങ്ങളെയും അതിലുള്ള ആയുധങ്ങളെയും ഒന്നിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും നീണ്ടുപോയി. അതാണ് ഉണ്ടായത്. ഏതൊക്കെയാണ് ആഭരണങ്ങൾ എന്ന് ആദ്യം പറഞ്ഞിരിക്കണു. കേയൂര അംഗദ കങ്കണോത്തമം എന്ന് ചേർത്ത് പറയാം. മഹാരത്നാങ്കുലീയ അങ്കിത, 4 ആഭരണങ്ങൾ കൊണ്ട് അങ്കിതം അലങ്കൃതം, ഭൂഷിതം എന്നൊക്കെ അർത്ഥം. അപ്പൊ 4 ആഭരണങ്ങളെ കൊണ്ട് ഭൂഷിതം. ഏതൊക്കെയാണത്? കേയൂരം എന്ന് പറഞ്ഞാൽ തോൾവളയാണ്. ഏറ്റവും മുകളിലുള്ളതായിട്ടുള്ള തോൾവളയ്ക്ക് പേര് കേയൂരം. അങ്കദം എന്ന് പറഞ്ഞാൽ കൈമുട്ടിന്റെ തൊട്ട് മുകളിലുള്ളതായിട്ടുള്ള തോൾവളയ്ക്ക് അല്ലെങ്കിൽ കൈവളയ്ക്ക് ഈ മുട്ടിന്റെ മുകളിൽ ധരിക്കുന്നതിനെയാണ് അങ്കദം എന്ന് പറയുന്നതായിട്ടുള്ള വള. ഇതൊക്കെ നല്ല ആകൃതിയും രത്നങ്ങൾ പതിച്ചതും മനോഹരമായ ഷേപ്പുകളിൽ കുത്തിയതും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള കേയൂരം, അങ്കദം. കങ്കണം എന്ന് പറഞ്ഞാൽ കയ്യിൽ ധരിക്കുന്ന റിസ്റ്റിന് മുകളിൽ ധരിക്കുന്നതായിട്ടുള്ള വളകൾക്കാണ് കങ്കണം എന്ന് പറയുക. അതിൽ തന്നെ വീതി കൂടിയതിന് കടകം എന്ന് പറയും. അതും വേണമെങ്കിൽ കൂട്ടിക്കോളൂ കങ്കണത്തില്. കങ്കണോത്തമം എന്ന് പറഞ്ഞാൽ ഉത്തമമായ കങ്കണങ്ങളും. മഹാരത്നാങ്കുലീയ അങ്കിത, മഹാരത്നങ്ങളൊക്കെ പതിച്ചതായിട്ടുള്ള അങ്കുലീയങ്ങൾ. എല്ലാ വിരലുകളിലും 4 കൈകളാണെങ്കിൽ 20 വിരലുണ്ടാവും അല്ലേ? ആ 20 വിരലുകളിലും മഹത്തായ രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള അങ്കുലീയങ്ങൾ. അങ്കുലിയിൽ ചാർത്തുന്നത് അങ്കുലീയം, മോതിരങ്ങൾ. അപ്പൊ മോതിരങ്ങളും ധരിച്ചിട്ടുണ്ട്. അങ്കിതങ്ങളായ ശ്രീമദ് ബാഹു ചതുഷ്ക, ശ്രീമത്തായ അതിമനോഹരമായ ഐശ്വര്യപൂർണമായ ബാഹു ചതുഷ്കം. ചതുഷ്കം എന്ന് പറഞ്ഞാൽ 4 ബാഹുക്കൾ, കൈകൾ. അപ്പൊ 4 കൈകൾ. അതിൽ സംഗതം എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നത് എന്നർത്ഥമാണ്. അപ്പൊ 4 കൈകളിൽ എന്ത് ചേർന്നിരിക്കണു? 4 കാര്യങ്ങൾ പറഞ്ഞു. ഗദ, ശംഖ, അരി, പങ്കേരുഹം. ഭഗവാന്റെ കയ്യിൽ എന്തൊക്കെയാണ്? ഗദ, കൗമോദകി എന്നുള്ളതായിട്ടുള്ള ഗദയുണ്ട് ഭഗവാന്റെ കയ്യില് അല്ലേ? ഭഗവാൻ കയ്യിൽ, ഇടത് കയ്യില് താഴോട്ടേക്കുള്ള കയ്യില് ഗദ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഗദ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? പിന്നെ ശംഖം. ഇപ്പൊ ഇവിടെ വലത് കയ്യിലാണോ? വലത് കയ്യിൽ ഗദയും വലത് കയ്യിൽ താഴെയുള്ളതിൽ ഗദയും മുകളിലുള്ളതിൽ ശംഖമാണ്. വലത് കയ്യില് ശംഖം. പിന്നീട് ഇടത് കൈയിലേക്ക് വരികയാണ്. ഇടത് കൈയിലേക്ക് വരുമ്പോൾ അരി എന്ന് പറഞ്ഞു. ശങ്കാരി എന്ന് പറയുന്നത് ആ അരിയുണ്ട്. അരി വേർതിരിച്ചെടുക്കണം. അരി എന്താ സാധനം? അരി നമ്മൾ വാങ്ങിക്കുന്ന റേഷൻ അരിയൊന്നുമല്ല. അരി എന്ന് പറഞ്ഞാൽ ചക്രം എന്നർത്ഥമാണ്. അരം ഉള്ളത് അരി, ആരം ഒക്കെ ഉള്ളത് ചക്രം. അരി എന്ന് ചക്രത്തിന്റെ പര്യായം. ഇനി എവിടെയെങ്കിലും അരി എന്നോട് ഭഗവാനോട് ചേർന്ന് പറഞ്ഞാൽ ഭഗവാൻ അരി വാങ്ങാൻ പോയി എന്നൊന്നും പറയരുത്. അരി എന്നാൽ സുദർശന ചക്രമാണ് ഇവിടുത്തെ അരി. ശംഖം ഭഗവാന്റെ പാഞ്ചജന്യം എന്ന ശംഖം. അപ്പൊ ശംഖം, ചക്രം. പങ്കേരുഹം എന്ന് പറഞ്ഞാലോ താമര, ചെളിയിലുണ്ടായത് താമര. അപ്പൊ താമരയും ധരിച്ചിട്ടുണ്ട്. അത് ചേർന്നിരിക്കുന്ന കൈ ആയതുകൊണ്ട്, മൂർത്തി ആയതുകൊണ്ട്, മൂർത്തി എന്നത് സ്ത്രീലിംഗമായതുകൊണ്ട് പങ്കേരുഹാം എന്ന് ദീർഘ. പങ്കേരുഹാം മൂർത്തിം, 4 കൈകളോടുകൂടിയതായിട്ടുള്ള മൂർത്തിയെ എന്ന് പറയാൻ സ്ത്രീലിംഗ ശബ്ദത്തിൽ പങ്കേരുഹാം എന്ന് ദീർഘമാക്കി. അപ്പോൾ ഒറ്റ പദത്തില് ആഭരണങ്ങളെയും ഭഗവാന്റെ 4 കൈകളിൽ ചേർത്തിരിക്കുന്ന ആഭരണങ്ങളെയും 4 കൈകളിൽ ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ആയുധങ്ങളെയും ഒക്കെ പറഞ്ഞിരിക്കുന്നു ഇവിടെ. ഇതാ ഗുരുവായൂരപ്പൻ എല്ലാവരുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ട്. എങ്കിലും ഒന്നുകൂടെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൽ വലത് കൈയിലാണ് ഗദ. നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ, തിരിച്ചു നോക്കുമ്പോൾ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയില്ല. മറ്റേ മിറർ ഇമേജ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കാണുക. കാരണം സെൽഫി ക്യാമറയാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിറർ ഇമേജ് ആയിട്ടായിരിക്കും വരിക. ഇത് ഇടത് കൈയിൽ പോലെ തോന്നുന്നുണ്ടാവും. വാസ്തവത്തിൽ ഇത് വലത് കൈയാണ്. ഇത് വലത് ഗദ, മുകളിൽ ശംഖ്, ഇടത്തിൽ ചക്രം, താഴെ ഈ കയ്യിൽ ദാ പൂ പിടിച്ചിട്ടുണ്ട്. ഈ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെയാണ് ഇവിടെ ധ്യാനിക്കുന്നത്. അപ്പോൾ 4 കൈകൾ. അതാണിപ്പോൾ ആദ്യത്തെ 2 വരിയിൽ.
കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമൽബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേറുഹാം. ഒറ്റ പ്രയോഗം. അത് കഴിഞ്ഞ് കാഞ്ചിത്. കാഞ്ചിത് എന്നുള്ളത് വാക്കുകൾക്ക് വിവരിക്കാൻ പറ്റാത്ത ഏതോ ഒന്ന്. ഏതോ ഒന്ന് എന്നാണ് കാഞ്ചിത്. കാം ചിത്ത്. കാം ഏതോ, ചിത് എന്തെന്ന് പറയാൻ പറ്റാത്തത് എന്നർത്ഥത്തിൽ കാഞ്ചിത്. എന്താണ് ആ മൂർത്തി? കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് പീതാംബരാലംബിനീം. പീതാംബരാലംബിനീം മൂർത്തി. മൂർത്തിയിൽ പീതാംബരം ആലംബനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പീതാംബരത്തിന് ആലംബനമായ മൂർത്തി. പീതാംബരം ചാർത്തിയിട്ടുണ്ട്. അപ്പൊ പീതാംബരം എവിടെ ചാർന്നിരിക്കുന്നു, എവിടെ ചേർന്നിരിക്കുന്നു? ഭഗവാന്റെ മൂർത്തിയിൽ ചേർന്നിരിക്കുന്നു. പീതാംബരത്തിൽ ഭഗവാൻ ചാരിയിരിക്കുകയല്ല, ഭഗവാന്റെ ശരീരത്തിൽ പീതാംബരം ചാരിയിരിക്കുന്നു, ആലംബിച്ചിരിക്കുന്നു. അപ്പൊ പീതാംബരത്തിന് ആലംബനമായത്. ആ പീതാംബരത്തിന്റെ മുകളില് എന്തുണ്ട്? കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത്. കാഞ്ചന കാഞ്ചി എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണം. കാഞ്ചി എന്നാൽ അരഞ്ഞാണം. മേഖല, കാഞ്ചി, രശന, രശനാദാമം എന്നൊക്കെ പറയുന്നത് അരഞ്ഞാണത്തെ സൂചിപ്പിക്കാൻ. അപ്പൊ കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത്. ലാഞ്ചിതം എന്ന് പറഞ്ഞാൽ അലങ്കൃതം തന്നെയാണ്. കാഞ്ചന കാഞ്ചി കൊണ്ട് അലങ്കൃതമായി ലസത് പീതാംബരം. നമ്മുടെ പീതാംബരത്തിനോട് ചേർന്നാണ് ലസത്. ലസിക്കുന്ന പീതാംബരം ആലംബനമായതും പരിലസിക്കുന്ന മഞ്ഞപ്പട്ടുടയാട വെട്ടിത്തിളങ്ങുന്ന സൂര്യകിരണങ്ങൾ പോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള ആ മഞ്ഞപ്പട്ട് ചാർത്തിയതുമായിരിക്കുന്ന മൂർത്തിയെ. പിന്നെ വിശേഷണം എന്താണ്? വിമലാംബുജദ്യുതിപദാം. വിമല അംബുജദ്യുതി പദാം. പദം കാല്, പദത്തോട് കൂടിയത് മൂർത്തി. പദാം മൂർത്തിം എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ പാദങ്ങൾ അംബുജദ്യുതിയോട് കൂടിയത് എന്ന് പറഞ്ഞാലോ താമരയുടെ ശോഭയുള്ളത് എന്നർത്ഥം അല്ലെ. പങ്കജപാദനാണ് ഭഗവാൻ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. കുന്തിദേവി സ്തുതിച്ചു അല്ലെ ഭഗവാന്റെ എല്ലാം പങ്കജം. നമഃ പങ്കജനാഭായ പത്മനാഭനായിക്കൊണ്ട് നമസ്കാരം. നമഃ പങ്കജമാലിനേ താമരമാല ധരിച്ച ഭഗവാന് നമസ്കാരം. നമഃ പങ്കജനേത്രായ താമരക്കണ്ണനായിക്കൊണ്ട് നമസ്കാരം. നമസ്തേ പങ്കജാംഗ്രയേ പങ്കജാംഗ്രിക്കായിക്കൊണ്ട് നമസ്കാരം. അംഗ്രി എന്നാൽ പാദം. അപ്പൊ താമര പോലെയുള്ള മൃദുവായ മനോഹരമായ ചുവന്ന പാദങ്ങളോടുകൂടിയവനായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ ഇവിടെ വിമലമായ നിർമ്മലമായ അംബുജത്തിന്റെ ദ്യുതിയോടുകൂടിയ പാദത്തോടുകൂടിയ മൂർത്തിയെ, മനോഹരമായ താമര പോലെ ചുവന്നതും മൃദുവായതും സുഗന്ധമേറിയതും ഒക്കെ ആയിരിക്കുന്ന ആ പാദത്തോടുകൂടിയ മൂർത്തിയെ ഞാൻ ആലംബിക്കുന്നു. അഹമാലംബേ. അത് തവ മൂർത്തിം, അങ്ങയുടെ മൂർത്തിയെ. ആ മൂർത്തിയെ ആലംബിച്ചാൽ എന്താ ഗുണം? അത് ആർത്തിച്ചിതം, എല്ലാ ആർത്തികളെയും ഛേദിക്കുന്നതാണ്. ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ ആർത്തിക്ക് മലയാള ആർത്തി എന്നല്ല അർത്ഥം. മലയാളത്തിലെ ആർത്തി എന്ന് പറഞ്ഞാൽ വല്ലാത്ത കൊതിക്ക് ആർത്തി എന്ന് പറയും അല്ലേ. ആർത്തി പിടിച്ചിങ്ങനെ എന്താ പറയുക, കാണിക്കരുത് എന്ന് പറയരുത്. ആ ആർത്തിയല്ല ഇവിടുത്തെ സംസ്കൃതത്തിലെ ആർത്തി. സംസ്കൃതത്തിലെ ആർത്തിക്ക് ദുഃഖം എന്നാണ് അർത്ഥം. അപ്പം എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ഈ സുന്ദര രൂപം. ഈ രൂപത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ആനന്ദം വരുന്നു. അതുമാത്രമല്ല, അതിലൂടെ നമുക്ക് സംസാരസാഗരത്തിൽ നിന്ന് കരകയറാനും പറ്റുന്നു. മാത്രമല്ല, ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ താപത്രയങ്ങളെ ഭഗവാൻ നശിപ്പിക്കുന്നു. താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. അപ്പോൾ ആധ്യാത്മിക, ആദിഭൗതിക, ആദിദൈവികങ്ങളായിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ്. താപത്രയ വിനാശായ. അപ്പോൾ ഭഗവാന്റെ രൂപത്തെ നമ്മൾ ആശ്രയിച്ചാൽ താപത്രയങ്ങളെയും നശിപ്പിക്കും. അപ്പോൾ തവ ആർത്തിച്ചിതം കാഞ്ചിത് മൂർത്തിം അഹം ആലംബെ.
ആർത്തികളെ ഛേദിക്കുന്നതായിട്ടുള്ള ഏതോ ഒരു അതിശയകരമായിരിക്കുന്ന അങ്ങയുടെ മൂർത്തിയെ, അത്ഭുതമൂർത്തിയെ ഞാൻ ആലംബിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്നു എന്നാണ്. അതിന് 4 വിശേഷണങ്ങൾ മുമ്പ് പറഞ്ഞു. കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നങ്കുലീയാങ്കിത ശ്രീമദ് ബാഹു ചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചിലാഞ്ചിതല സത്പീതാംബരാലംബിനീം ആലംബേ വിമലാംബുജദ്യുതിപദാം മൂർത്തിം തവാർത്തിച്ഛിതം. ഇപ്പൊ 2 ശ്ലോകം കൊണ്ട് കേശാദിപാദം വർണ്ണിച്ചു. ആശ്രയിക്കുന്നു എന്ന് 2 ശ്ലോകത്തിലും ഭജേ എന്നും ആലംബേ എന്നും പറഞ്ഞു. ഇപ്പൊ സഗുണോപാസന, സഗുണധ്യാനം. അപ്പൊ ഈ 2 ശ്ലോകങ്ങളും ചേർത്ത് നമുക്ക് ധ്യാനിക്കാവുന്നതാണ് ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ രൂപം. 2ഉം ചേർക്കുമ്പോഴാണ് പൂർണ്ണമാകുക. രണ്ടാമത്തത് മാത്രമാകുമ്പോൾ ഭഗവാന്റെ അരയ്ക്ക് താഴെയാവുള്ളൂ, 4 കൈകളും പിന്നെ അരയ്ക്ക് താഴെയും. ആദ്യത്തേത് മാത്രമാകുമ്പോൾ ഭഗവാന്റെ മാറുവരേക്കുള്ളതേ വരുന്നുള്ളൂ. അപ്പോൾ 2ഉം കൂടി ചേർത്ത് 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാന്റെ മനോഹര രൂപത്തെ സമ്പൂർണമായിട്ട് ധ്യാനിക്കാവുന്നതാണ്. അത് ചൊല്ലി നിങ്ങൾക്ക് കാണാതെ പഠിച്ചാൽ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുമ്പോഴൊക്കെ അത് ചൊല്ലിക്കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പോകാം. ഗുരുവായൂരപ്പനെ തൊഴുമ്പോൾ ചൊല്ലേണ്ട ശ്ലോകങ്ങളും കൂടി ഇതാണ്. ഏറ്റവും നല്ല ശ്ലോകങ്ങളാണ്. അവിടെ മുഴുവൻ നിന്ന് ചൊല്ലാൻ പറ്റില്ലല്ലോ. അഗ്രേ പശ്യാമി മുഴുവൻ ചൊല്ലാൻ അവിടെയുള്ള ആൾക്കാർ സമ്മതിക്കില്ലല്ലോ. അത് വേണമെങ്കിൽ ഗോപുരം കടക്കുമ്പോഴേ ചൊല്ലിക്കോളൂ, അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞ് ചൊല്ലിക്കോളൂ. അത് കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഈ 2 ശ്ലോകങ്ങളും ചൊല്ലി അങ്ങോട്ട് തൊഴുക. അതാണ് ഉത്തമം. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി എന്ന എളുപ്പത്തിൽ ഒരു ശ്ലോകം കൊണ്ട് ഭഗവാനെ സ്തുതിക്കാം, തൊഴാം. ഇങ്ങനെ ഭഗവാനെ ധ്യാനിക്കാനും സ്തുതിക്കാനുമുള്ളതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള 2 സ്തുതി തന്നു, 2 ശ്ലോകം തന്നു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ടാദി വിഷ്ണോ വിഭോ. യത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തിനിദാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ത്വദ്രൂപം ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. അപ്പൊ 2 ശ്ലോകങ്ങളെ കൊണ്ട് ഭഗവാന്റെ രൂപം പറഞ്ഞിട്ട് ഭഗവാനോട് ചോദിക്കണ, ഹേ ഗുരുവായൂരപ്പ, വിഷ്ണു വിഭോ. ഭഗവാനെ 2 നാമങ്ങൾ പറഞ്ഞു. 2 നാമങ്ങളും എന്താ രൂപമില്ലാത്ത ഭഗവാനെ വിളിച്ചത്. ഭഗവാനെ വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണു. വിഭു എന്ന് പറഞ്ഞാലും സർവവ്യാപി എന്ന് തന്നെ അർത്ഥം. അപ്പോൾ വിശ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അങ്ങയുടെ ഈ രൂപം എങ്ങനെയുണ്ട്? ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ്, ഭഗവാനെ അങ്ങയുടെ ഈ രൂപം കൊള്ളാമോ? ആർക്ക് തന്നെ കൗതുകത്തെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഏത് രൂപമോ ഭഗവാനെ നല്ലത്? അങ്ങയുടെ വിഷ്ണു രൂപം അഥവാ വിശ്വരൂപമോ, അതോ ഈ ഗുരുവായൂരപ്പന്റെ അതികോമളമായിട്ടുള്ള മനോഹര രൂപമോ? ഏത് രൂപമോ നല്ലത്? വിരാട് പുരുഷ രൂപമോ നല്ലത്? കൃഷ്ണരൂപമോ നല്ലത്? ഏത് രൂപത്തിനാണ് ആകർഷണീയത കൂടുതൽ? നിങ്ങൾ തന്നെ പറയും, ചിന്തിച്ച് പറയും. അല്ലേ? നമുക്ക് വിശ്വരൂപമല്ലല്ലോ ഇഷ്ടം. വിശ്വരൂപം ഇഷ്ടമാണെങ്കിൽ രക്ഷപ്പെട്ടു നമ്മൾ.
വിശ്വരൂപം നമുക്ക് ഇഷ്ടമാണെങ്കിൽ രക്ഷപ്പെട്ടു. ഈ വിശ്വത്തിൽ പിന്നെ നമുക്ക് ഒന്നിനോടും രാഗദ്വേഷം ഉണ്ടാവില്ല, എല്ലാറ്റിനോടും പ്രേമം മാത്രം. അതാണ് വേണ്ടത്. അത് സാധിക്കുന്നുണ്ടോ? വിശ്വരൂപിയായ വിഷ്ണുവിനെ നമുക്ക് പ്രേമിക്കാൻ പറ്റാറുണ്ടോ? എങ്കിൽ നമ്മൾ പർവ്വതങ്ങളെ പ്രേമിക്കും, മരങ്ങളെ പ്രേമിക്കും, നദികളെ പ്രേമിക്കും, സമുദ്രത്തെ പ്രേമിക്കും, സസ്യലതാദികളെ, ജന്തുമൃഗങ്ങളെ, പക്ഷിമൃഗാദികളെ ഒക്കെ പ്രേമിക്കും നമ്മൾ. കാരണം എല്ലാം ഭഗവാന്റെ വിശ്വരൂപനായ വിഷ്ണുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാകുന്നു. അത് സ്നേഹിക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലേ? തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. ഈ വിശ്വരൂപനായിരിക്കുന്ന വിഷ്ണുവിനെ ഭജിക്കാൻ നമുക്ക് ആവണം. എല്ലാറ്റിലും ഭഗവാനെ കാണാൻ കഴിയണം. യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമഃ. അവിടേക്കാണ് എത്തേണ്ടത്. പക്ഷെ നമ്മളൊന്നും എത്തിയിട്ടില്ല. നമുക്കിപ്പോൾ കുതുകം ഏതിലാണ്? ഭഗവാന്റെ ഈ കമനീയമായിട്ടുള്ള രൂപം, ഈ ശ്രീകൃഷ്ണമൂർത്തി, ഈ അത്ഭുതമൂർത്തി, ഇതിൽ തന്നെയാണ് നമ്മുടെ മനസ്സ് ഉറയ്ക്കുന്നത്. ഇതിലാണ് നമുക്ക് ആകർഷണം. അപ്പം അതാണ് ഇവിടുത്തെ ചോദ്യം. വിഷ്ണു വിഭോ എന്ന് ഭഗവാനെ കളിയാക്കുന്ന പോലെ വിളിച്ചിട്ട്, അല്ലയോ വിഷ്ണു, അല്ലയോ വിഭോ, അങ്ങയുടെ വിഷ്ണുരൂപവും വിഭുരൂപവും ഒന്നും ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് ഈ രൂപം മതി, ഈ ഗുരുവായൂരപ്പൻ്റെ രൂപം മതി. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കുതുകം, ഞങ്ങൾക്ക് കൗതുകമുണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് ഉത്സാഹമുണ്ടാക്കുന്നത്, ഞങ്ങൾക്ക് ഏറ്റവും അധികം താല്പര്യമുള്ളത്, രുചിയുള്ളത് അങ്ങയുടെ ഈ കൃഷ്ണരൂപത്തിലാണ്. സോ പ്ലീസ് ഞങ്ങളോട് ക്ഷമിച്ചാലും. അങ്ങയുടെ വിഷ്ണു രൂപം കാണാനുള്ള ശക്തി, അതിനോടുള്ള പ്രേമം ഞങ്ങൾക്കില്ല. അങ്ങയുടെ ഈ രൂപത്തിൽ ഞങ്ങളുടെ മനസ്സ് നല്ലോണം ഉറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അങ്ങയെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. എവിടെ? ഈ ഗുരുവായൂരപ്പൻ്റെ മൂർത്തിയിലൂടെ. വിഷ്ണുവായ അങ്ങയെ തന്നെയാണ്, വിഭുവായ അങ്ങയെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. ക്ഷമിച്ചാലും ഞങ്ങൾക്ക് വിഭുവും വിഷ്ണുവുമായിരിക്കുന്ന അങ്ങയെ എല്ലായിടത്തും കാണാനാവുന്നില്ല. അങ്ങനെ സ്നേഹിക്കാറായിട്ടില്ല ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്നേഹിക്കാം. അതാണ് വിഗ്രഹാരാധനയുടെ തത്വം. അപ്പം എന്തായാലും വിഷ്ണുവാണ്, വിഭുവാണെന്നൊക്കെ അറിയാം. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഈ രൂപത്തിലാണ് ഞങ്ങളുടെ മനസ്സ് ഉറയ്ക്കുന്നത്. അതാണ് ഇവിടെ അവസാന ചോദ്യമാണ് ചോദിച്ചത്. ഹേ വിഷ്ണു വിഭോ, ഭുവനെ കസ്യ കുതുകം ന പുഷ്ണാതി. ഭുവനെ ഈ ഭൂമിയില്, ഈ ലോകത്തില്, കസ്യ കുതുകം ന പുഷ്ണാതി, ആർക്ക് തന്നെ കൗതുകത്തെ പോഷിപ്പിക്കുന്നില്ല, വർദ്ധിപ്പിക്കുന്നില്ല, ആരുടെ ഉള്ളില് ആകർഷണീയത ഉണ്ടാക്കുന്നില്ല ഈ രൂപം. ഏത് രൂപം? ഇപ്പോൾ വർണ്ണിച്ച 2 ശ്ലോകത്തിൽ വർണ്ണിച്ച രൂപം, അതിനെ ഇനിയും വിശേഷിപ്പിക്കുകയാണ് ഈ 3-ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ ആ രൂപത്തിന്റെ മഹിമകൾ എന്തൊക്കെയാണ് അത് പറഞ്ഞു. യത് രൂപം, യത് തവ രൂപം ത്രൈലോക്യമഹീയസോഭിമഹിതം സമ്മോഹനാത് മോഹനം, മോഹനാത് സമ്മോഹനം, കാന്തി നിദാനതോപി കാന്തം, മാധുര്യതുര്യാദപി മധുരം, സൗന്ദര്യോത്തരതോപി സുന്ദരതരം, ആശ്ചര്യതോപി ആശ്ചര്യം. കമ്പാരിസണാണ്. എല്ലാം പഞ്ചമിയിൽ പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്ന് പറയണം. അപ്പൊ ഇവിടെ ത്രൈലോക്യമഹീയസഹ അഭിമഹിതം. തദ്രൂപം, അങ്ങയുടെ ഈ ഗുരുവായൂരപ്പ രൂപമുണ്ടല്ലോ, അത് ത്രൈലോക്യമഹീയസഹ അഭിമഹിതം. ത്രൈലോക്യം 3 ലോകങ്ങൾ, അതിൽ വെച്ച് മഹീയസഹ എന്ന് പറഞ്ഞാൽ മഹത്തായിരിക്കുന്നത്, മഹിമയേറിയത്, തേജസ്സുറ്റത്, പൂജിക്കാൻ യോഗ്യമായത്, ആരാധനായോഗ്യമായത് എന്നൊക്കെ അർത്ഥം. മഹീയസ് എന്ന് പറഞ്ഞാൽ മാനിക്കപ്പെടേണ്ടത്, പൂജിക്കപ്പെടേണ്ടത് എന്നർത്ഥം. അപ്പൊ 3 ലോകത്തിലും വെച്ച് പൂജിക്കപ്പെടേണ്ടതിൽ വച്ച് മഹിതം, ഏറ്റവും മഹനീയമായത്, പൂജിക്കപ്പെടേണ്ടത്, മാനനീയമായത്, പൂജനീയമായത് മഹിതം.
അപ്പം 3 ലോകത്തിലേക്കും വെച്ച് ആർക്ക് കണ്ടാലും ഒന്ന് പൂജിക്കണം, ആരാധിക്കണം എന്ന് തോന്നിപ്പോകും. കൃഷ്ണന്റെ രൂപം നമ്മുടെ കയ്യിൽ കിട്ടിയ കൊച്ചു കുട്ടികളാണെങ്കിലും എന്ത് ചെയ്യും? അതിനെ കൊണ്ടുപോയി കുളിപ്പിക്കും, അതിനെ കൊണ്ടുപോയിട്ട് നല്ല ഉടുപ്പുകൾ ഉടുപ്പിക്കും, അതിന് വളകള് മാലകള് ഒക്കെ ചാർത്തി കൊടുക്കും, പീലി കെട്ടി വെക്കും. എന്നിട്ട് കൃഷ്ണനെ എവിടെയെങ്കിലും പിടിച്ചിരുത്തിയിട്ട് കൃഷ്ണന് നിവേദ്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അല്ലേ? കൊച്ചുകുട്ടികൾക്കടക്കം കൗതുകം ഉണ്ടാക്കുന്നു ഈ കൃഷ്ണരൂപത്തിൽ പൂജ ചെയ്യാൻ. അങ്ങനെ ഒരു സമ്പ്രദായം തന്നെയുണ്ട്. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒക്കെ ഉള്ളതായിട്ടുള്ള കൃഷ്ണഭക്തരായിട്ടുള്ള ആളുകൾ പുഷ്ടിമാർഗികൾ എന്നവരെ കുറിച്ച് പറയും. പുഷ്ടിമാർഗം. അവരുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ കൃഷ്ണന്റെ വിഗ്രഹങ്ങൾ കയ്യിൽ കൊണ്ടു നടക്കും. ഒരു കൊച്ചു കുട്ടിയോട് സംസാരിക്കുന്നത് പോലെ കൃഷ്ണനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. രാവിലെ എഴുന്നേറ്റാൽ കൃഷ്ണനെ കയ്യിലെടുക്കും. വീട്ടിലൊരു കുട്ടിയെ രാവിലെ എങ്ങനെ കുളിപ്പിക്കും, കണ്ണെഴുതും, പൊട്ടുതൊടും, വസ്ത്രം ഉടുപ്പിക്കും, ആഭരണങ്ങൾ ധരിപ്പിക്കും, അതുപോലെ ഈ കൃഷ്ണ വിഗ്രഹത്തെ അവർ ഡെക്കറേറ്റ് ചെയ്യും. വീട്ടിലുണ്ടാക്കുന്ന പദാർത്ഥങ്ങളൊക്കെ ആദ്യം ഈ കൃഷ്ണന് നിവേദിക്കും. അതിനുശേഷമാണ് വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിക്കുക. അപ്പോൾ എപ്പോഴും 24 മണിക്കൂറും ഏത് ആക്ടിവിറ്റിയിലും കൂട്ടത്തിൽ, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഈ കൃഷ്ണരൂപം കൊണ്ടു നടക്കും. അവർ രാത്രി കിടക്കുന്നതിന് മുമ്പ് കൃഷ്ണനെ ഊഞ്ഞാലിലിരുത്തി ആട്ടും. ജൂലൈ ലാൽ എന്ന് പറഞ്ഞ് ആ ജൂലൈയിൽ ഇരിക്കുന്നതായിട്ടുള്ള ലാലായിട്ട് ഭഗവാനെ ആരാധിക്കും. ഊഞ്ഞാലിലിരുത്തി ആട്ടിക്കൊണ്ട് ഉറക്കിയിട്ടേ, താരാട്ട് പാട്ടി ഉറക്കിയിട്ടേ ഇവർ ചെന്നുറങ്ങുള്ളൂ. അപ്പം അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ ഒപ്പം എഴുന്നേറ്റ് കൂടെ കൊണ്ടു നടന്ന് അടുക്കള പണിയിലൊക്കെ അവിടെ കാവലിരുത്തി ഇടയ്ക്കിടയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിലെ സ്വന്തം കുട്ടിയെ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന അമ്മമാരുണ്ട്. അപ്പം അത്രയ്ക്ക് കൗതുകമാണ് ഈ കൃഷ്ണമൂർത്തിയിൽ എല്ലാവർക്കും, ആർക്കും തന്നെ. അതാണ് ഈ ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം ആളുകൾ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൃഷ്ണരൂപത്തിലാണ്. അതാണ് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇസ്കോൺ എന്നതായിട്ടുള്ള പ്രസ്ഥാനം വളരെയധികം വിപുലമായി പ്രചാരം നേടി. അവരിലൂടെ എത്രയോ ഫോറിനേഴ്സ്, വെസ്റ്റേണേഴ്സ്, വെള്ളക്കാരൊക്കെ ഹിന്ദു ധർമ്മത്തിലേക്ക് വരുന്നു, കൃഷ്ണഭക്തന്മാരായി വരുന്നു. നമ്മുടെ ഭാരതത്തിൽ കൃഷ്ണാഷ്ടമി നടത്തുന്നതിനേക്കാൾ ഗംഭീരമായിട്ട് ഈ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ കൃഷ്ണാഷ്ടമി നടത്തുന്നു. അവർ ഉറിയടിയും ഡാൻസുകളും പാട്ടുകളും ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ട് അവർ നമ്മളെക്കാൾ നന്നായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ, ഭാരതീയ വസ്ത്രധാരണം ചെയ്തുകൊണ്ട് അവർ വാദ്യഘോഷങ്ങളോടുകൂടി തെരുവുകളിൽ നൃത്തം വയ്ക്കുന്നു. കൃഷ്ണ ജന്മത്തിൽ എങ്ങനെയാണോ ഗോപന്മാർ സന്തോഷിച്ചത് അതുപോലെ പരസ്പരം പാലും വെണ്ണയും നെയ്യും ഒക്കെ എറിഞ്ഞതുപോലെ ഇവർ വർണ്ണം കലർത്തിയതായിട്ടുള്ള വെള്ളം പീച്ചാങ്കുഴൽ കൊണ്ട് പീച്ചിക്കൊണ്ടും ഹോളി പോലെ ആഘോഷിച്ചുകൊണ്ടും ഒക്കെ ഇതാകുന്നു. അങ്ങനെ യൂറോപ്പിലും അമേരിക്കയിലുള്ളതായിട്ടുള്ള പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾക്കൊന്നും പോകാൻ ആളില്ലാതാവുകയും ആ പള്ളികളൊക്കെ ഇസ്കോൺകാർ വിലക്കെടുത്ത് അതിനെ കൃഷ്ണക്ഷേത്രങ്ങളാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അന്വേഷിക്കുക. അപ്പോൾ ഇന്ന് ലോകം മുഴുവൻ കൃഷ്ണനിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണന്റെ മനോഹാരിതയാണ് അതിന് കാരണം. ആ കൃഷ്ണന്റെ മനോഹാരിതയെ നല്ലോണം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇസ്കോൺ എന്നതായിട്ടുള്ള വിഭാഗം. ഭഗവാന്റെ അതിമനോഹരങ്ങളായ ചിത്രങ്ങളും ബിംബങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി ആളുകളെ ആകർഷിക്കുന്നതിൽ വളരെ അവർ എന്താ പറയുക, ഇഫക്റ്റീവായിട്ട് പണിയെടുക്കുന്നുണ്ട്. അവരുടെ ഫിലോസഫിയിൽ മാത്രം ചെറിയൊരു തിരുത്തുകൾ വരുത്താനുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് കുഴപ്പമില്ല. അവരും മറ്റേ മതങ്ങളെ പോലെ, സെമിറ്റിക് മതങ്ങളെ പോലെയുള്ള ചിന്താഗതി അവരുടെ ഉള്ളിൽ ഈ കൃഷ്ണനെ സംബന്ധിച്ചിട്ട് ബാക്കിയുള്ള ഹിന്ദു ഈശ്വരന്മാരെ ഒക്കെ ചെറുതായിട്ട് നിന്ദിക്കുന്ന സ്വഭാവമുണ്ട്. അതൊന്ന് മാറ്റിയാൽ നമുക്ക് അവരെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാം. അവരുടെ ഗീതാ വ്യാഖ്യാനങ്ങളും ഭാഗവത വ്യാഖ്യാനങ്ങളൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ്. നമ്മുടെ അദ്വൈതപരമായിട്ടല്ല അവർ വ്യാഖ്യാനിക്കുക. അവരുടെ വ്യാഖ്യാനം വ്യത്യസ്തമാണ്, അത് തിരിച്ചറിയണം നമ്മൾ. ആ വ്യാഖ്യാനത്തിൽ നമ്മൾ പെട്ടുപോകരുത്. യഥാർത്ഥ ഗീത എന്നൊക്കെ പറഞ്ഞ് ഗീത ഇറക്കിയിട്ടൊക്കെ ഉണ്ട് അവരൊക്കെ. ആ ഗീതാ വ്യാഖ്യാനത്തിന് ശങ്കര ഭാഷ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുണ്ട്. അത് തിരിച്ചറിയണം നമ്മൾ. അവരുടെ ബാക്കി ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് കൂടാം. കൃഷ്ണ ആരാധനാ സമ്പ്രദായത്തിലൊക്കെ നമുക്ക് സന്തോഷമായിട്ട് കൂടാം. അവരുടെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാം, അവരുടെ കലാപരിപാടികളൊക്കെ നമുക്ക് കാണാം, അവരുടെ കൃഷ്ണമൂർത്തികളെയൊക്കെ നമുക്ക് വാങ്ങിക്കാം, ഫോട്ടോകളൊക്കെ വാങ്ങിക്കാം. പക്ഷേ ഫിലോസഫിയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്.
അത് നമ്മൾ തിരിച്ചറിയണം. എന്തായാലും ആദിശങ്കര ഭഗവത്പാദരെ പോലെയുള്ള ഒരു ബുദ്ധിമാനൊന്നും ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരുടെ ഇസ്കോണിൻ്റെ സ്ഥാപകൻ പ്രഭുപാദർ എന്ന് പറയുന്ന ഒരു ഗുരുവാണ്. എന്തായാലും അദ്ദേഹത്തെ നമുക്ക് ശങ്കരാചാര്യരുടെ മോളിലേക്ക് പ്രതിഷ്ഠിക്കാനൊന്നും ആയിട്ടില്ല. ശങ്കരാചാര്യർ പറഞ്ഞതിലും വെച്ച് കൂട്ടിപ്പറയാനും അതിനെ തിരുത്താനുമുള്ള ആളൊന്നും അല്ല അദ്ദേഹം. അത് നമുക്ക് അംഗീകരിക്കാനാവില്ല. അത്ര മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി അവർ ലോകത്തിൽ മുഴുവൻ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ സേവന പ്രവർത്തനങ്ങളും നന്മകളും എല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. മനസ്സിലാക്കണം, നമ്മളും ബാക്കിയുള്ളവരും മനസ്സിലാക്കണം എന്നർത്ഥം. മനസ്സിലാക്കണം. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാം. ആ തെറ്റിദ്ധാരണ പാടില്ല. അതിനോട് അഡിക്ഷൻ പാടില്ല എന്നർത്ഥം. ബഹുമാനമാവാം, അഡിക്ഷൻ പാടില്ല. തുടർന്ന് അപ്പം എന്താണ് ഭഗവാന്റെ രൂപം? ത്രൈലോക്യമഹീയസോപി മഹിതം. 3 ലോകങ്ങളിലും വെച്ച് പൂജനീയമായ വസ്തുക്കളിൽ വെച്ച് മഹത്തായതും പൂജനീയമായതും. സമ്മോഹനം മോഹനാത് സമ്മോഹനം, മോഹിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുക്കളിൽ ഏറ്റവും ലോകത്തിലേക്ക് വെച്ച് മറ്റുള്ളവരെ ഭ്രമിപ്പിക്കുന്ന, മോഹിപ്പിക്കുന്ന, ആഗ്രഹിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് മോഹനം, സമ്മോഹനം, സമ്യക്കായിട്ട് മോഹിപ്പിക്കുന്നതും. കാന്തി നിദാനത അഭി കാന്തം. കാന്തി എന്ന് പറഞ്ഞാൽ ശോഭ, മനോഹാരിത, ആകർഷണീയത എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ ആ കാന്തി അഥവാ തേജസ്, അതിന് ആധാരമായിരിക്കുന്ന വസ്തുക്കളിൽ വെച്ച് ഏറ്റവും തേജസ്സുള്ളത് കാന്തം, ആകർഷണീയതയുള്ളത് കാന്തം. അപ്പോൾ കാന്തി നിദാനത അഭി കാന്തം. മാധുര്യ ദുര്യാദപി മധുരം. ദുര്യം എന്ന് പറഞ്ഞാൽ മാധുര്യം വഹിക്കുന്ന വസ്തുക്കൾ, മാധുര്യത്തിൻ്റെ ഉറവിടങ്ങൾ, മാധുര്യം ചുരക്കുന്ന വസ്തുക്കൾ, അതിൽ നിന്നൊക്കെ വച്ച് മധുരം. ഏറ്റവും മധുരതരമാണ് ഭഗവാന്റെ രൂപം. അധരം മധുരം, വദനം മധുരം, നയനം മധുരം, ഹസിതം മധുരം, എല്ലാം മധുരം. മധുരാധിപതേരഖിലം മധുരം. മാധുര്യ ദുര്യാദപി മധുരം. സൗന്ദര്യോത്തരതോപി സുന്ദരതരം. സൗന്ദര്യ ഉത്തരത അപി, സൗന്ദര്യ ഉത്തരത, ഏറ്റവും ഉയർന്ന സൗന്ദര്യമുള്ള വസ്തുക്കളിലും വെച്ച് സുന്ദരതരവും. ആശ്ചര്യത അപി ആശ്ചര്യം, ആശ്ചര്യം ജനിപ്പിക്കുന്ന, അത്ഭുതമുളവാക്കുന്നതായിട്ടുള്ള വസ്തുക്കളിൽ വെച്ച് ആശ്ചര്യമേറിയതുമാണ്. അങ്ങനെയുള്ള ത്വദ്രൂപം. ആ ത്വദ്രൂപം ഭുവനേ കസ്യ കുതുകം ന പുഷ്ണാതി. ഈ ലോകത്ത് ആർക്ക് തന്നെ കൗതുകത്തെ ഉണ്ടാക്കുന്നില്ല, വർദ്ധിപ്പിക്കുന്നില്ല. ഹേ വിഭോ, ഹേ വിഷ്ണു, സർവവ്യാപിൻ, സർവശക്ത, അങ്ങയുടെ സർവശക്തനും സർവവ്യാപിയുമായിട്ടുള്ള രൂപം ഞങ്ങൾക്ക് കൗതുകമുണ്ടാക്കുന്നില്ല. പക്ഷെ ഈ രൂപം, ഈ കൃഷ്ണമൂർത്തി ഞങ്ങൾക്ക് കൗതുകമുണ്ടാക്കുന്നു. അപ്പോൾ എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള രൂപം. അപ്പോൾ ഈ വിശേഷണങ്ങൾ അറിഞ്ഞ് ആ അർത്ഥഭാവനയോടുകൂടിയത് ചൊല്ലുക. യത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാത് കാന്തം കാന്തി നിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം. ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഇപ്പം നമുക്ക് നാളെ തുടർന്ന് കാണാം. ഇന്നിപ്പോൾ 3 ശ്ലോകങ്ങളെ ആയുള്ളൂ. അതിമനോഹരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളായതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക, ഓരോ വാക്കുകളുടെയും അർത്ഥം നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് ശങ്കയുണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണ് ആസ്വദിച്ച് തന്നെ പോവാം. സ്വാമിക്ക് എവിടെയും പോകാനുമില്ല, ഒന്നും നേടാനുമില്ല. ഇവിടെ ഇരുന്ന് ആസ്വദിക്കൽ മാത്രമാണ് പണി. അപ്പോൾ അതിന് നിങ്ങളും കൂടെ ഇരിക്കുക, അത്രേ വേണ്ടൂ. ഒരു ചെലവും ഇല്ല നമുക്ക്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുവായൂരപ്പ ശരണം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. ഒരിക്കൽ കൂടെ വിനായക ചതുർത്ഥി ആശംസകൾ.